ലോകസ്ഥാപനെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ പൊങ്ങുന്നേ, തൻ സ്നേഹവാനിലേ. വീണ്ടും നമുക്ക് കേന്ദ്രീകരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28, 29, 30 വാക്യങ്ങളും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 29 വാക്യവും വായിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച വേദഭാഗത്തിന്റെ തുടർച്ചയായി ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് വചനം ചിന്തിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി എല്ലാവർക്കും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളിൽ നിന്നും ദൈവസന്നിധിയിലേക്കുള്ള ദർശനം ഉയരട്ടെ. ഒരു വ്യക്തി പോലും അശ്രദ്ധരായിരിക്കാതെ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിങ്കൽ ഏകാഗ്രമാക്കിക്കൊണ്ട്, നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകീകരിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എന്നെ കഴുകണമേ കർത്താവേ. ഇന്ന് രാത്രിയിൽ മുഴങ്ങുന്ന ദൈവവചനത്തിന്റെ മുൻപിൽ ഒരേറിയ ശുദ്ധീകരണം ഇവിടെ വ്യാപരിക്കേണ്ടതിന് ദൈവവചനത്തിന്റെ വായിന്ന പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. കേവലം ഒരു നിർജ്ജീവമായ വചനപഠനമായിട്ടല്ല, പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രി ഇവിടെ ക്രിയ നടത്തട്ടെ. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് അവന് ഭക്ഷണം കഴിക്കേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ആ ഭക്ഷണത്തിന്റെ ബലം കൊണ്ട്, ഒരപ്പത്തിന്റെ ഒരു മുറി അടയുടെ ബലം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാൻ അവന്റെ കാലുകൾക്ക് ബലം പകർന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനമാകുന്ന അപ്പം ചില വ്യക്തികളെ കർത്താവ് തട്ടി ഉണർത്തി അവരത് കഴിച്ചു ബലം പ്രാപിച്ച് അവരുടെ സിയോൻ യാത്രയിൽ കാലുകൾക്ക് ബലം വർദ്ധിക്കുന്ന രാത്രി തീരേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഹൃദയംഗമമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും കർത്താവിങ്കിലേക്ക് ഉയർത്തിക്കാട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന ഒരു വ്യക്തി പോലും അലസമായിരിക്കരുത്. ബുദ്ധിപരമായൊരു വിലയിരുത്തലിന് വേണ്ടി ദൈവസ്ഥലിരിക്കാതെ ദൈവവചനം നമ്മെ വിധിക്കുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ കരം ഇന്ന് രാത്രി ഇവിടെ താണിറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കൂടുവലിന് മധ്യത്തിൽ ആത്മമണ്ഡലത്തിൽ അങ്ങയുടെ ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ ഭുജം ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. ജീവന്റെ അപ്പമായ അങ്ങയുടെ വചനമെന്ന ഈ തിരുവെഴുത്തിനെ അങ്ങയുടെ കരങ്ങളിലെടുത്ത് ഇന്ന് രാത്രിയിൽ വാഴ്ത്തി നുറുക്കി പന്തി പന്തിയായി ഞങ്ങളെ ആത്മാവിന്റെ പുൽപ്പുറത്തിരുത്തി ഞങ്ങൾക്കത് വിളമ്പിത്തന്ന് ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കണമേ. പരിശുദ്ധാത്മാവ് രാത്രി ക്രിയ നടത്തുവാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. അനേക കുടുംബങ്ങളുടെ മേൽ വാഴുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ
അനേക തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന സാത്താന്റെ സ്വാധീന വലയങ്ങൾ ഒരിക്കലും പുറത്തു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധകാര ശക്തികൾ അനേക കുടുംബങ്ങളെ അടക്കി വെച്ചിരിക്കുമ്പോൾ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി ചില കുടുംബങ്ങളെ ബന്ധനം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ആത്മമണ്ഡലം ക്രിയ നടത്തുന്ന രാത്രിയായി ഇന്ന് രാത്രിയെ തീർക്കണമേ. പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തിയുടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നാം ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മുടെ ചിന്തയെ നാം കേന്ദ്രീകരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ്ലീഹ വളരെ ഗൌരവമായി ദൈവത്തിന്റെ അനാദി നിർണയത്തെ സംബന്ധിച്ച് ഓർപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ക്ലാസിന്റെ പ്രാരംഭ സമയത്ത് തന്നെ ഞാൻ പറയട്ടെ, ദൈവം നമ്മിൽ നിന്ന് വചനത്തിന്റെ മുൻപിൽ ഒരു വികാരം ആഗ്രഹിക്കുന്നു. ആ വികാരം ഏത് വിധത്തിലായിരിക്കണം എന്ന് വേദപുസ്തകം പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഇടപെടുമ്പോൾ പ്രതികരിക്കുന്ന വികാരം അനുതാപത്തിന്റേതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആവശ്യപ്പെടാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ വികാരം ദൈവം ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മിൽ നിന്ന് ഉയരുന്നത് അപകടകരമായിട്ടാണ് വേദപുസ്തകം വിലയിരുത്തുന്നത്. ഇന്ന് രാത്രി വളരെ ഗൗരവമായ ആ ഭാഗം നമ്മൾ ഗ്രഹിക്കണം. നമുക്കറിയാം, ദാവീദിന്റെ അടുക്കലേക്ക്, പാപം ചെയ്ത് പാളിച്ച പറ്റി പതനം ഭവിച്ച ദാവീദിന്റെ അടുക്കലേക്ക്, പരാജയപ്പെട്ടിരിക്കുന്ന ദാവീദിന്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകൻ ചെല്ലുന്നു. നാഥാൻ ഒരു ചെറിയ കഥയോടുകൂടെയാണ് ആരംഭിക്കുന്നത്. ഈ സമയം ആദ്യമായി ദാവീദിൽ ഉയർന്ന വികാരം അനുതാപത്തിന്റേതായിരുന്നില്ല. ആ മനുഷ്യൻ മരിക്കണം, അവനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറയുന്ന കോപത്തിന്റെ, വിദ്വേഷത്തിന്റെ, പൊട്ടിത്തെറിയുടെ വികാരമായിരുന്നു. എന്നാൽ അടുത്ത വാചകങ്ങളിൽ ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദൈവാത്മാവ് വിശദീകരിച്ചപ്പോൾ അവിടെ ഉയർന്ന വികാരം കോപത്തിന്റേതായിരുന്നില്ല. അലറിക്കരയുന്ന, വസ്ത്രം വലിച്ചു കീറി ഒരു ഭ്രാന്തനെ പോലെ അനുതാപത്തിന്റെ കണ്ണുനീർ കണങ്ങൾ കവിൾത്തടങ്ങളിലൂടെ ഒഴുക്കിക്കൊണ്ട്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയുന്ന ഒരു കർത്തൃദാസന്റേതായിരുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, ആത്മനിറവിലുള്ള ആരാധനയും അന്യഭാഷയും കൃപാവരങ്ങളും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വചനത്തിന് മുൻപിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേവലം അന്യഭാഷയല്ല, അനുതാപത്തിന്റെ കരച്ചിലാണ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം എന്റെ കുടുംബത്തെ, എന്റെ വ്യക്തി ജീവിതത്തെ അവിടുന്ന് പണിയണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും നിരന്തരമായി വചനം കേട്ട് നമ്മിൽ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥ സംജാതമായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലിനടിയിലത്തെ മാംസം, ആ ഭാഗം വളരെ വളരെ കട്ടി കുറഞ്ഞതാണ്. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാദത്തിനടിയിലത്തെ, കാലിനടിയിലത്തെ തൊലിയുടെ കട്ടിയും ഒരു 70-80 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ ഒരാളിന്റെ കാലിന്റെ അടിയിലത്തെ, പാദത്തിനടിയിലത്തെ മാംസത്തിന്റെ കട്ടിയും കൂടെ നോക്കിയാൽ വളരെ വ്യത്യാസമുണ്ട്. ജീവിതയാത്രയുടെ നിരന്തരമായ ഉപയോഗത്തിൽ നമ്മുടെ മനസാക്ഷിയും ഇങ്ങനെയായിത്തീരാറുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് കടുപ്പമുള്ള മനസാക്ഷി. എന്നാൽ ഇന്ന് രാത്രി അതിനെ മെൽറ്റ് ചെയ്യിച്ച്, അതിനെ ഉരുക്കി പണതെടുക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അർഹിക്കുന്ന, നിലനിൽക്കുന്ന ഒരു ഉണർവിനു വേണ്ടി, ഒരു പരിവർത്തനത്തിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരുടെ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും. ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ: മുന്നറിവ്, മുൻനിർണയം, വിളി,
നീതീകരണം, തേജസ്കരണം. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിനു ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ജനിക്കാൻ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊതി നിറവേറ്റുന്ന ദൈവത്തെയല്ല, തന്റെ ഹിതം നിറവേറ്റുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. തങ്ങളുടെ കൊതി നിറവേറ്റിത്തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ആധുനിക ആത്മീയത പഠിപ്പിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ഹിതമാണ് എന്റെ കൊതിയേക്കാൾ എനിക്ക് വലുത് എന്ന് ആത്മാർത്ഥമായി തിരിച്ചറിയുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അന്വേഷിക്കുന്നു. ആധുനിക ആത്മീയ ശുശ്രൂഷകളിൽ അപകടകരമായ അതിപ്രധാനമായ ഒരു ചിന്ത ഇവിടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, അവർ മോഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചു. ഇറച്ചി അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ പുഷ്ടിമാന്മാരെ അവൻ കൊന്നുകളഞ്ഞു. ദൈവജനമേ, കൊതി 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 മതിയെ മതിയാകുവോളം കീഴ്പ്പെടുത്തുവാൻ മനസ്സിൽ വ്യാപരിക്കുന്ന കൊതി നിറവേറ്റിത്തരുന്ന ഒരു ദൈവത്തെയാണോ നാം സേവിക്കുന്നത്? ഇറച്ചി വായിലിരിക്കുമ്പോൾ തന്നെ പുഷ്ടിമാന്മാരെ കൊന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് രാത്രി ദൈവജനം ഗൗരവമായി തിരിച്ചറിയുക. എന്താണ് ഇന്നത്തെ പുതിയ തരം ആത്മീയ ശുശ്രൂഷകളുടെ പ്രഭാഷണ ശൈലി? നിങ്ങൾക്കറിയാം, റേഡിയോ ട്യൂൺ ചെയ്യൂ, TV ട്യൂൺ ചെയ്യൂ. എന്താണ് മുഴങ്ങുന്നത്? കാറ് വേണോ? വീട് വേണോ? മനസ്സിൽ ഭാവന കാണൂ. വിശ്വാസത്തിന്റെ ഉദരത്തിൽ ഗർഭം ധരിക്കൂ. 9 മാസം കഴിയുമ്പോൾ പ്രസവിക്കാം. സ്വർഗത്തിന്റെ ഗോഡൌണിൽ എല്ലാം റെഡി എന്ന് പറയുന്ന, എത്രയും വേഗം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നേടിയെടുക്കാൻ പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയും ഉപയോഗിക്കാനുള്ള ടെക്നിക്ക് പ്രസംഗവേദികളിൽ അവതരിപ്പിക്കുന്ന പ്രഭാഷകന്മാർ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിലെ 10 കൽപ്പനകളിലെ ഗൗരവമേറിയ ഒരു കൽപ്പന പറയുന്നു, മോഹിക്കരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പേറുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവ്യവസ്ഥ പറയുന്നു മോഹിക്കരുത്. എന്നാൽ ആധുനിക പ്രഭാഷകന്മാർ പറയുന്നു, നിന്റെ സങ്കല്പത്തിലുള്ള വീടോ, നിന്റെ കളവനുസരിച്ചുള്ള കാറോ, നിന്റെ ക്രമീകരണങ്ങൾ അനുസരിച്ചുള്ള സംവിധാനങ്ങളോ എല്ലാം മനസ്സിൽ ഭാവന കണ്ടു മോഹിച്ചു. മോഹം എല്ലാം കിട്ടും. ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെ മോഹിക്കുന്നതെല്ലാം കിട്ടാനുള്ള കുറുക്കുവഴിയായി പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയും ഉപയോഗിക്കാൻ വഴിതെറ്റി ആത്മീയത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയം എന്റെ ദൈവത്തിന്റെ ഹിതമാണോ അതോ എന്റെ കൊതിയാണോ എന്ന് തിരിച്ചറിയാൻ കണ്ണു തുറന്നാൽ അതാണ് ധന്യത. മനസ്സിലാക്കി എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തികച്ചും ഏകാഗ്രതയോടെ കർത്താവേ, ഈ വിഷയത്തിന് നടുവിൽ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടോ എന്ന് പ്രാർത്ഥിച്ച് വിവേചിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സർവശക്തന്റെ കോപം ജ്വലിക്കുന്ന രംഗം പുറപ്പാട് പുസ്തകത്തിലുണ്ട്. അവിടെ ദൈവാത്മാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്, പുതിയ തലമുറയ്ക്ക് ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒരു നിമിഷം നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ നിഗ്രഹിച്ചു കണ്ടെടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. എന്റെ ദൂതനെ നിങ്ങൾ അവസരം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചേർച്ചയും ഞാൻ പാലും തേനും എഴുതുന്ന ദേശം നിങ്ങൾക്ക് തരും. ഇത്രയും കേട്ട ദാസൻ സംശയമാണ്. കാരണം ദൂതന്റെ സാന്നിധ്യം കൂടെയുണ്ട്. വാഗ്ദത്തത്തിൽ കളത്തുമില്ല. സംഹാരത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അല്ലേ? ഏറ്റവും വലിയ പറഞ്ഞത് ദൂതന്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ശത്രു സംഹാരത്തിന്റെ വാഗ്ദത്തമുണ്ട്. പിന്നെ ദൈവത്തിന് സ്തോത്രം, വാഗ്ദത്തമെന്ന ആ പാലും തേനും ഒഴുകുന്ന ദേശത്തിന്റെ വാഗ്ദത്തം റദ്ദാക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി, ദൂതന്റെ സാന്നിധ്യമല്ല എനിക്ക് വലുത്. സ്തോത്രം. വാഗ്ദത്തത്തിന്റെ പാലും തേനും ഒഴുകുന്ന മണ്ണല്ല എനിക്ക് വലുത്. സ്തോത്രം. നിഗ്രഹമല്ല എനിക്ക് വലുത്, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് വസം വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, തിരുസാന്നിധ്യം പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. വ്യക്തി ജീവിതത്തിലെ ഭൗതിക നേട്ടങ്ങൾക്ക് ദൈവത്തിന്റെ കൺസെപ്റ്റ് കിട്ടിയാൽ അതോടുകൂടെ എല്ലാം നേടിയെന്ന് വിചാരിക്കരുത്. അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന കണികളുണ്ട്. എന്നാൽ ഇവയൊന്നും എനിക്കില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ നാളെയിൽ ഞാൻ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രതിസന്ധികളുടെ മേൽ എനിക്ക് ജയം വ്യാപരിക്കും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എല്ലാറ്റിലേക്കാട്ടിലും ഉപരി ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്,
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നോക്കുക, ദൂതന്റെ സാന്നിധ്യത്തെക്കാൾ വലുത്, വാഗ്ദത്തത്തെക്കാൾ വലുത്, ശത്രു സംഹാരത്തെക്കാൾ വലുത്, വസ്ത്രം കീറി കവിണ് വീഴുന്ന ദൈവത്തിന്റെ ദാസൻ മോശ പറയുന്നു, തിരുസാന്നിധ്യം പുറപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ കൊതിയാണോ വലുത്, ദൈവത്തിന്റെ ഹിതമാണോ വലുത്? ദൈവത്തിന് സ്തോത്രം. എന്താ ദൈവത്തിന്റെ ഹിതം കണ്ടെത്താനുള്ള വഴി? ദൈവത്തിന്റെ ഹിതം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ചില വഴികളൊക്കെ ഉണ്ട്. ആ വഴികളിൽ ഏറ്റവും പ്രധാനമാണ് പ്രവചനാലോചന. പ്രവചനാലോചന അങ്ങേയറ്റം വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ആ മേഖലയിൽ അപകടകരമായ ഒരു ആത്മീയത വ്യാപരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ വസിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രവചന ശുശ്രൂഷകൾ പലതും വളരെ ഗൌരവമായി പരിഗണിച്ച് വിവേചിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കാര്യം എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തികച്ചും ഏകാഗ്രതയോടെ ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ഒരുതരം പ്രവചനാലോചനകൾ. എന്നാൽ യഥാർത്ഥ പ്രവചനാലോചന എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ഈ വാക്യത്തിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ കണ്ണു തുറക്കൂ. ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യന് തന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഒരു കണിയാനാണ്. അങ്ങേരെ കണിയാനിൽ അങ്ങേയറ്റം വിശ്വസിക്കുകയാണ്. ഏത് പ്രശ്നമുണ്ടായാലും, കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടായാലും, മൃഗങ്ങൾക്ക് തീറ്റി പ്രശ്നമുണ്ടായാലും, കറവ പ്രശ്നമുണ്ടായാലും എല്ലാത്തിനും കണിയാനെ ചെന്ന് കാണും. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യന്റെ പശു നഷ്ടപ്പെട്ടു. പശു നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പഴയ കാലമല്ലേ, പശു നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കണിയാനെ കാണാൻ പോവുക. ഇതുപോലെ എവിടെയെങ്കിലും എന്ത് പ്രശ്നമുണ്ടായാലും കണിയാനെ പോലെ പ്രവചനമില്ലാതെ ശ്വാസോച്ഛ്വാസം പോലും ചെയ്യാത്ത ആത്മീയരുണ്ട്. അതുവഴി പോകുന്നയാൾ ഒരു പ്രവാചകനാണെങ്കിൽ ഹേയ് ഇഞ്ഞു കയറുക, ഒന്ന് പ്രവചിച്ചു പോ എന്ന മട്ടിൽ ആത്മീയത ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കണേ, അതിന്റെ പുറകിൽ അപകടം പതിയിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യന്റെ കാര്യം ഞാൻ പറഞ്ഞു വരികയാണല്ലോ. ഏതായാലും വേണ്ടില്ല, പശു നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്റെ കണിയാനെ കാണാൻ പോവുക. കണിയാനെ കാണാനായിട്ട് അദ്ദേഹം പോയി. കണിയാൻ സ്ഥിരം പറയാറുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. 8 കടുക്ക എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. ഇതാണ് കണിയാന്റെ ട്രീറ്റ്മെന്റ്. 8 കടുക്ക എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. നേരെ പുള്ളി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എടി കണിയാൻ പറഞ്ഞു 8 കടുക്ക എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. നീ അത് ഞാൻ അരച്ചതാ, ഞാൻ ഇനി കുടിക്കാം, കുടിച്ചിട്ട് ഞാനങ്ങ് നടക്കാം. ഏതായാലും വേണ്ടില്ല, ഭാര്യ പറഞ്ഞു ബുദ്ധികേടാ. എങ്കിലും അതൊന്നും കേൾക്കാതെ 8 കടുക്ക എടുത്തു, അരച്ചു, കുടിച്ചു, നടക്കാൻ കൊടുത്തു. അങ്ങനെ പുള്ളി നടപ്പ് തുടങ്ങി. കടുക്ക അകത്ത് ചെന്നതോടുകൂടെ വയറ്റിൽ പ്രതിപ്രവർത്തനം ആരംഭിച്ചു. അതോടുകൂടെ ബാഹ്യത്തിന് പോകണം എന്ന അത്യാവശ്യം ഉണ്ടായപ്പോൾ കണ്ട കുറ്റിക്കാട്ടിലൊക്കെ പോയി ബാഹ്യത്തിന് പോകുകയും കണ്ട ജലശേഖരങ്ങളിൽ ഇറങ്ങി ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയും ചെയ്ത് പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു കുറ്റിക്കാട്ടിൽ ബാഹ്യത്തിന് പോകുകയും മറ്റൊരു കുറ്റിക്കാട്ടിൽ ബാഹ്യത്തിന് പോവുകയും ചെയ്ത് മറ്റൊരു ജലശേഖരത്തിൽ ഇറങ്ങി ശുദ്ധീകരണം കഴിഞ്ഞ് വേറൊരു കുറ്റിക്കാട്ടിൽ ബാഹ്യത്തിന് പോകാൻ കയറിയപ്പം അവിടെ പശു നിപ്പുണ്ട്. കയറി പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ കണിയാന്റെ പ്രയോഗം. ഇന്ന് രാത്രി പറയട്ടെ, ഇതുപോലെ ഒരുപാട് കണിയാൻ പ്രയോഗങ്ങൾ നടക്കുന്ന ഒരു ആത്മീയ ലോകമാണ് ഞാനും നിങ്ങൾ വസിക്കുന്നത്. എന്നാൽ നീ ആരാധിക്കുന്ന നിന്റെ അപ്പൻ നിന്നോട് വ്യക്തിപരമായി പ്രാർത്ഥനയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കടുങ്കട്ടു വീണ ഏത് പാതിരാത്രികളിലും മുഴങ്കാൽ മടക്കിയാൽ ഇതാകുന്ന വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് സംസാരിപ്പാൻ കഴിവുള്ള ദൈവശബ്ദം ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് 8-ാം അധ്യായത്തിൽ പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് താൻ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ആത്മാക്കളെ വിവേചിക്കുന്നവൻ നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആത്മാവിലാകുകയും ദൈവസന്നിധിയിൽ വിഷയം വയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കയ്യും കെട്ടി കാലും നീട്ടിയിരുന്ന യോഗത്തിനിരുന്ന് ഉറങ്ങിയച്ച് അങ്ങനെ ഇങ്ങനൊന്നും യോഗത്തിന് വരത്തില്ല. വന്ന പുറകിലെ ഇരിക്കത്തുള്ളൂ, ഇരുന്ന ഭിത്തിയോട് ജാരിയെ ഇരിക്കൂ, അങ്ങനെ ഇങ്ങനൊന്നും കൈ അടിക്കത്തില്ല, അടിച്ചാൽ താളം തെറ്റിച്ചേ അടിക്കൂ. ഇങ്ങനെ പറയുന്ന ചില പിന്മാറ്റക്കാരെല്ലാം ഈ വാക്യം എടുത്തു പിടിച്ചിട്ട് എല്ലാ കാര്യവും ദൈവഹിതമാണെന്ന് പറഞ്ഞെങ്കിൽ തെറ്റി. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അഥവാ പ്രാർത്ഥന ആത്മതലത്തിൽ പോരാടുന്ന ഭക്തന്
ദൈവത്തെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഭക്തന് ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥനാത്മാവിൽ പോരാടുന്ന ദൈവമക്കളോട് പറയാം, നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികൾ നിന്റെ കുടുംബത്തിന് നേരെ എത്ര പ്രബലമാണെങ്കിലും അതിനെ ബന്ധിക്കാനുള്ള അധികാരം ഇന്ന് രാത്രി നിന്റെ നാവിൽ ദൈവാത്മാവ് തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, 4 ഭക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നാളെ ഒരുക്കുന്ന കണികളെ ആത്മമണ്ഡലത്തിൽ വിവേചിപ്പാൻ കർത്താവ് നിന്റെ കണ്ണുകളിൽ ദർശനം തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയും അറിയാത്ത മേഖലകളിൽ ദൈവത്തിന്റെ കരം ഉയർന്നിട്ട് അപകടങ്ങളെ ഒഴിച്ചുവിടുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. അത് പ്രാപിച്ച ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഒരു വാക്ക് ഞാൻ പറയട്ടെ, സമൃദ്ധി അനേക ഭക്തന്മാരെ തകർത്തിട്ടുണ്ട്. കഷ്ടത നിരവധി വിശുദ്ധന്മാരെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഓർക്കുക, നിന്റെ ജീവിതത്തിൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നേടിയെടുക്കാം എന്ന് വിചാരിച്ച് ദൈവഹിതത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഭക്തന്മാർ പാടിയതുപോലെ പറ, അഹങ്കരിപ്പാൻ ധനമോ വീണു പോകാൻ യാതനയോ ആകരുതേ അത്യുന്നത, നിത്യം നിൻ കൃപാവരം താ. ഇന്ന് രാത്രി ഓർക്ക്, ദാവീദിന്റെ കഷ്ടതയിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യവും ശലോമോന്റെ സമൃദ്ധിയുടെ പുറകിൽ മറഞ്ഞിരുന്ന പിശാചിന്റെ കണികളും തിരിച്ചറിയുമെങ്കിൽ എന്റെ കൊതി നിറവേറ്റുന്ന ടെക്നിക്കൽ ആത്മീയത എന്റെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് വിധേയപ്പെടുന്ന അനുഭവമാണ് ആത്മീയത. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇനി അതിപ്രധാനമായ വിഷയം, അതുകൊണ്ട് തന്നെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കടപ്പാടുകൾ ഒഴിഞ്ഞു മാറാനുള്ള കുറുക്കുവഴിയല്ല ഈ വാക്യം. തിരുവെഴുത്ത് പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് 10-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യം, 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ വായിക്കുന്ന? നാം അനുഗ്രഹിക്കുന്ന, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് 10-16, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം 10 ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. രണ്ട് ശക്തികൾ ആത്മീയ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. കർത്താവിന്റെ മേശയെക്കുറിച്ചുള്ള പരാമർശനമാണെങ്കിൽ തന്നെയും പൊതുവെ എടുത്താൽ 2 ശക്തികൾ ആത്മീയ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, 2 ശിക്ഷാവിധിയുടെ ശക്തി. ദൃശ്യവസ്തുക്കളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ രാത്രി ഞാൻ ഉത്തരം പറയുകയുണ്ടായി. ദൃശ്യവസ്തുക്കളുടെ പുറകിൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അദൃശ്യ ശക്തി വ്യാപരിക്കും. ദൃശ്യവസ്തുക്കളുടെ പുറകിൽ നിന്ന് വ്യാപരിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ദൈവജനം സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കേണ്ട അപകട മേഖലകളുണ്ട്. അതിൽ നാം ബന്ധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 മേഖലകളിലേക്കാണ് കഴിഞ്ഞ രാത്രിയിൽ ഒടുവിലായി നമ്മുടെ ചിന്തയെ കേന്ദ്രീകരിച്ചത്. അതിൽ ഒന്നാമത്തെ മേഖല ദൈവം വെച്ച അധികാര സ്ഥാനങ്ങൾ സംബന്ധിച്ച്, രണ്ടാമത്തെ മണ്ഡലം വിഗ്രഹത്തോടുള്ള ബന്ധം സംബന്ധിച്ച്, മൂന്നാമത്തെ മണ്ഡലം ദൈവത്തിന്റേത് അപഹരിക്കൽ, സാമ്പത്തിക വിനിമയം, ഈ മേഖലകൾ സംബന്ധിച്ച്, നാലാമത്തെ മേഖല വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ സംബന്ധിച്ച്, അഞ്ചാമത്തെ മേഖല നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും അതിന്റെ പരിണിത ഫലങ്ങളും സംബന്ധിച്ച് 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അവിടെ നമ്മൾ വിവേചിച്ച് പഠിക്കണം. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ദൈവം വെച്ച അധികാര മേഖല സംബന്ധിച്ച്, അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആത്മനിറവിന്റെ 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഇന്നലെ വരാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഞാനതൊന്ന് ഓർപ്പിച്ച് മുൻപോട്ട് വരാം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 18 മുതൽ ഒന്ന് വായിച്ചു വിട്ടാട്ടെ വേഗം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ എല്ലാവരും ആ ഭാഗം എടുത്ത് ശ്രദ്ധിക്കുക. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മ നിറവിന്റെ പ്രത്യക്ഷ ലക്ഷണം എന്താ? 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ആത്മനിറവിന്റെ ലക്ഷണം. ആത്മനിറവിന്റെ ഒന്നാമത്തെ ലക്ഷണം നിങ്ങൾ വേദഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു ബൈബിൾ സ്റ്റഡി എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ ഈ വചനം ഉറയ്ക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കേന്ദ്രീകരിക്കുകയാണ്. 18-ാമത്തെ വാക്യം, ദൈവത്തിന് സ്തോത്രം.
19 വാക്യത്തിൽ അതെ ആത്മാവ് നിറഞ്ഞവരാ. 18 പറയുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി എന്തൊക്കെ ചെയ്യണം? സങ്കീർത്തനങ്ങളാലും നോക്കുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുക. 1. 2, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്യുകയും ചെയ്യുക. 2. 20 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക. 3. ക്രിസ്തുവിന്റെ 21 വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന, ആത്മനിറവെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന വ്യക്തി 4 പ്രത്യേക അനുഭവമുള്ള ആളായിരിക്കും. എന്തൊക്കെയായിരിക്കും ആ 4 അനുഭവങ്ങൾ? 1, 18 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. 2, നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുകയും ചെയ്യും. 3, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവും ദൈവവുമായവൻ എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യും. 4, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. 1-ാമത്തെ മേഖല, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യും. അത് അപ്പോൾ തന്നെ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. മാത്രമല്ല, അതിപ്രധാനമായി 4-ാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം. ഈ അന്യോന്യം കീഴ്പ്പെടൽ ഒരു അധികാര സ്ഥാനത്തെ കേന്ദ്രീകരിച്ചാണ്. ഏതൊക്കെ മേഖലയാണ് ആ അധികാര സ്ഥാനം? അതുകൊണ്ടാണ് 22-ാമത്തെ വാക്യത്തിൽ അധികാര തലത്തിലോട്ട് കയറുകയാണ്. എന്താണ് അധികാരം? അധികാരത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണ്? അധികാര തലം നമ്മെ ബാധിക്കുന്ന മണ്ഡലങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ചില പ്രത്യേക വിഷയങ്ങൾ ഒരു തലമുറ കൊണ്ട് തീരും. എന്നാൽ ചില പ്രത്യേക മേഖലകളിലുള്ള പരിണിത ഫലങ്ങൾ അനന്തര തലമുറകളിലേക്ക് ഒഴുകും. അപ്പോൾ തന്നെ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമായി കൊറിക്കൊള്ളേണ്ടതാണ്. 22-ൽ കർത്താവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് കീഴ്പ്പെടൽ തുടങ്ങുന്നത്? 22-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഭാര്യമാരെ ഒന്ന് എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാട്ടെ. 22, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. 6-ന്റെ 1-ാമത്തെ വാക്യം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ, 6-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്ന മക്കൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എബ്രായർ ലേഖനം 13-ന്റെ 17 കൂടെ ചേർത്തൊന്ന് വായിച്ചാട്ടെ. എബ്രായർ 13-ന്റെ 17 മറ്റൊരു കീഴ്പ്പെടൽ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതാണ്. വായിച്ചാട്ടെ. എബ്രായർ 13-ന്റെ 17 വായിച്ചു. ഇന്നലെ ഓർപ്പിച്ചതാണെങ്കിൽ തന്നെ ഒന്നൊന്ന് ഉദ്ധരിച്ചാട്ടെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ അടുത്ത വാചകം വായിച്ചു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ശ്രദ്ധിക്കുക, ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നന്നല്ലെന്ന് പറഞ്ഞാൽ നന്നല്ലെന്ന് തന്നെയാണ്. ഒത്തിരി അനുഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട 3 തലങ്ങൾ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. അധികാരം എന്നുള്ളത് വേദപുസ്തകത്തിലെ അതിപ്രധാനപ്പെട്ട മേഖലയാണ്. ഈ അധികാര മേഖല ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നേരത്തെ ഉദ്ധരിച്ചാറ്. വായിച്ചാട്ടെ വേഗം. 13-ന്റെ 1 മുതലുള്ള വാക്യം. 13-ന്റെ 1 മുതൽ. അധികാരത്തോട് മറക്കുന്ന മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ശ്രദ്ധിക്കുക, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരമോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന. അടുത്ത വാക്യം, ആകയാൽ അധികാരത്തോട് ശ്രദ്ധിച്ച് കേട്ടിട്ട് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറയണം. എന്തിനാ എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലൊന്നാകാൻ. വായിച്ചടച്ച, അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി പുരുഷന്മാർ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ. ചുരുടെ ശബ്ദമുയർത്തി. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. ഈ സഹോദരിമാരെന്ന് പറഞ്ഞാട്ടെ. മുന്നിലുള്ള സഹോദരിമാരെ പറഞ്ഞോളം തോന്നി. എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ പോരാ. ഇത് കൺവെൻഷനുള്ള ക്ലാസ് ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പതിയണം. എന്താ? അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. എന്ന് പറഞ്ഞാട്ടെ. അധികാരത്തിന് ദൈവം വെച്ചിരിക്കുന്ന തലമുണ്ട്.
ആ തലത്തിന്റെ അതിർത്തി ലംഘിക്കപ്പെടുന്നതോടുകൂടെ ദൈവവ്യവസ്ഥയോട് മറക്കുകയാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാര തലമുണ്ട്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന മലയാളികൾ മറക്കുന്നതും മറക്കരുതാത്തതുമായ പല കാര്യങ്ങളുണ്ട്. മാറുന്ന മലയാളി മനസ്സിനെ ഞാനീ പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും മാറുന്ന മലയാളി പെട്ടെന്ന് മറന്നുപോകുന്ന നിരവധി കാര്യങ്ങളിൽ ഒന്നാണ് ഈ അധികാരത്തിന്റെ കീഴ്പ്പെടൽ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പല പുരുഷന്മാരെക്കാളും ഭാര്യമാർക്കാണ് വരുമാന കൂടുതലെന്ന്. ക്രമേണ ആ വീട്ടിലെ അച്ചായൻ അവരാകാറുണ്ട്. അങ്ങനെ അച്ചായന്മാരെ കൊണ്ട് മൂക്കുകൊണ്ട് വരപ്പിക്കാൻ വിദഗ്ധരായ പല സഹോദരിമാരും ഉണ്ടെന്നുള്ളത് ഒരു രഹസ്യമായ പരസ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു വസ്തുത വിഷയം ഗ്രഹിക്കണം. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നെങ്കിൽ എല്ലാ തലത്തിലും അതിന്റെ പരിണിത ഫലം യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കാണുമ്പോൾ ആഹാസ്, ഹിസ്കിയാവ്, ഉസിയാവ്, യോഥാം എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ച യെശയ്യാവിന്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്ക്. എന്താ അവിടെ കാണുന്നത്? 52 വർഷം ഏറ്റവും മനോഹരമായ ഭരണം കാഴ്ചവെച്ച് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വിജയ കൊടിക്കൂറകൾ പാറിപ്പറപ്പിച്ച് ഉയർന്ന് ചവിട്ടിക്കയറിയ ഉസിയാവ് ഒരു ദിവസം കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ദൈവാലയത്തിലോട്ട് കടന്നു. കടക്കരുതാത്ത ഇടത്തേക്ക് കടന്നു. അധികാരത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന തലമുണ്ട്. അധ്യാപകന്റെ അധികാരം സ്കൂളിന്റെ പരിധിയിലാണ്. അത് കുട്ടികളുടെ വീട്ടിലേക്ക് വിഷയത്തിലല്ല. ശുശ്രൂഷകന്റെ അധികാരം സഭയുടെ പരിധിയിലാണ്. രാഷ്ട്ര തലവന്മാരുടെ അധികാരം രാജ്യത്തിന്റെ പരിധിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ അധികാരത്തിനും ദൈവം വെച്ചിരിക്കുന്ന തലമുണ്ട്. ഒരു തലത്തിലേക്ക് മറ്റൊരു തലത്തിലുള്ളവർ കയറാൻ ദൈവം അനുവദിക്കുന്നില്ല. അകത്തോട്ട് ധൂപകലശം പിടിച്ചുകൊണ്ട് കയറുന്ന രാജാവിന്റെ ചാബല്യത്തിന് മുൻപിൽ, അദ്ദേഹത്തിന്റെ കോപത്തിന് മുൻപിൽ അസരിയ മഹാപുരോഹിതനും പുരോഹിതന്മാരും പുറകാലെ ചെന്നുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഉസിയാവേ, നിനക്കിത് വിഹിതമല്ല. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപിൽ ഭോഷത്വമാകുന്നു നീ ചെയ്തത്. അപ്പോഴേക്കും ധൂപകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉസിയാവിന്റെ മുഖത്ത് കോപം ജ്വലിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് കാണുന്ന രംഗം ശ്രദ്ധിക്കുക. ലിറ്ററലായി പുരോഹിതന്മാരും മഹാപുരോഹിതനും നോക്കി നിൽക്കെ ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുന്നു. ദൈവത്തിന്റെ കരം വേഗം അധികാര തലം മറുത്ത മണ്ഡലത്തിൽ ഇടപെടുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് ദൈവാത്മാവ് എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്നെ ഭയപ്പെടുത്തുന്നു. ഉസിയാവിനെ യഹോവ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. എന്റെ ചിന്ത ഞാൻ പറയാം. മൂക്കിലൂടെയും വായിലൂടെയും ഈളയും തുപ്പൽ പൊലിപ്പിച്ച് മീശയൊക്കെ പിച്ചിപ്പറിച്ച് രാജവസ്ത്രം വലിച്ചു കീറി ഒരു ഭ്രാന്തനെ പോലെ, ഒരു കൂട്ടിൽ കിടക്കുന്ന മൃഗത്തെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് എങ്ങനെങ്കിലും പുറത്തു പോകാൻ ഇദ്ദേഹം ഒരു ഭ്രാന്തനായി മാറുകയാണ്. നിങ്ങൾക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ ഇവനെ പുറത്തൊരു ശാലയിൽ അടച്ചിടുകയും, കയ്യിൽ കുഷ്ഠം പൊങ്ങിയാൽ ദ്രവിക്കുന്നത് കൈയുടെ ഭാഗമാണ്. എന്നാൽ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയാൽ ദ്രവിക്കുന്നത് ഏത് ഭാഗമാണ്? ശിരസിന്റെ ഭാഗമാണ്. 52 വർഷത്തെ ഉന്നതമായ ഭരണം കാഴ്ചവെച്ച ഈ ദൈവദാസനായി പേരെടുത്ത ഉസിയാവ് വായുടെയും മുഖത്തിന്റെയും ഭാഗം കുഷ്ഠത്താൽ ഇറുന്നിറുന്നു വീണ് 5 പതിറ്റാണ്ടിനപ്പുറത്ത് നാടിനെ ഭരിച്ചവൻ ആ ശാലയിൽ അടച്ചിട്ട് അഴുകി ചത്ത് അവന്റെ ഡെഡ് ബോഡി രാജാക്കന്മാരുടെ കല്ലറകളുടെ ഭാഗത്തേക്ക് യെരൂശലേമിന്റെ നഗരവീഥിയിലൂടെ വിലാപത്തോടുകൂടെ കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോൾ യെശയ്യാവിന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. യെശയ്യാവിനൊരു കാര്യം മനസ്സിലായി. ആരെയൊക്കെ ദൈവം അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ അധികാരത്തിനൊരു പരിധിയുണ്ട്. ആർ അധികാരത്തിന്റെ പരിധി ലംഘിക്കുമോ അത് രാജാവായാലും പ്രജയായാലും അതിന്റെ പരിണിത ഫലം അനുഭവിക്കും. ഈ ദൂത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. സഭാ ശുശ്രൂഷകന് ദൈവം വെച്ച അധികാരമുണ്ട്. ഒരു ഗൃഹനാഥന് ദൈവം വെച്ച അധികാരമുണ്ട്. ഒരു വീട്ടമ്മയ്ക്ക് ദൈവം വെച്ച അധികാരമുണ്ട്. അധികാരത്തിന്റെ പരിധി ലംഘിക്കപ്പെടുമ്പോൾ അതിന്റെ പരിണിത ഫലം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു എന്ന് തോന്നിയില്ലെങ്കിലും അടുത്ത ചില അധ്യായങ്ങൾക്ക് ശേഷം അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ട രംഗങ്ങൾ നിങ്ങളെ തേടിയെത്തും.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അധികാരം തലം തിരിച്ചറിയുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന സമയം, ദൈവത്തിന് സ്തോത്രം, അവിടെ ഒരു പ്രത്യേക പ്രശ്നം നിലനിന്ന പശ്ചാത്തലത്തിലാണ് സഭാധികാരികൾ എന്നെ അവിടേക്ക് വിടുന്നത്. അതും എന്റെ വളരെ ചെറുപ്പ സമയം. ദൈവത്തിന് സ്തോത്രം, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള IPCയിലെ പഴയ സഭയിലേക്ക് എന്നെ നിയോഗിക്കുന്ന സമയം, ഞാൻ അവിടെ ചെല്ലുന്നതിന് തൊട്ടു മുൻപ് അവിടെ ഉണ്ടായ ഒരു സംഭവത്തെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞിരുന്നു. ആ സ്ഥലം സഭയിൽ ഏത് വിഷയത്തിനും അഭിപ്രായ ഭിന്നതയുണ്ടാക്കുന്ന വക്രഹൃദയനായ ഒരു സഹോദരനുണ്ടായിരുന്നു. എന്നും ആ കർത്തൃദാസനുമായി അദ്ദേഹം അസ്വസ്ഥതയിലായിരുന്നു. അന്നൊരിക്കൽ കർത്തൃദാസൻ കർത്തൃമേശ ഒരുക്കി വെച്ച് നടത്താൻ തുടങ്ങുന്നതിന് മുൻപ് ഈ സഹോദരൻ സഭായോഗത്തിന് മധ്യത്തിൽ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരന് നിന്നോട് വല്ലതുമുണ്ട് എന്ന് യാഗവസ്തു യാഗപീഠത്തെങ്കിൽ എത്തിക്കുമ്പോൾ നിനക്ക് ഓർമ്മ വന്നാൽ, യാഗവസ്തു അവിടെ വെച്ചതിന് ശേഷം ചെന്ന് നിരന്നുകൊള്ളാനല്ലേ വാക്യം? അങ്ങനെയാണെങ്കിൽ എനിക്ക് പാസ്റ്ററോടെ ചില വിഷയങ്ങളുണ്ട്. പാസ്റ്റർ ഇപ്പോൾ യാഗം അനുഷ്ഠിക്കാൻ പോകുകയാ. എന്നോട് വന്ന് നിരന്നിട്ട് മാത്രമേ ഈ യാഗം അനുഷ്ഠിക്കാവൂ. എന്തായാലും വേണ്ടില്ല, കാര്യം കുഴഞ്ഞല്ലോ. അവസാനം ഈ കർത്തൃമേശ അവിടെ വെച്ചിട്ട് ആ ദൈവദാസൻ അന്നത്തെ ശുശ്രൂഷകൾ കണ്ണുനീരോടെ നിർവഹിച്ചു. മാനസികമായി അതിനെ കവർ ചെയ്യാൻ കഴിവുള്ള ധൈര്യം തനിക്കില്ലാതിരുന്നത് കൊണ്ട് കണ്ണുനീരോടെ അത് നിർവഹിച്ചു. 2 ദിവസം കൂടെ കർത്തൃമേശ മേശപ്പുറത്തിരുന്നു. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ കാരണക്കാരനായ സഹോദരന്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ സംബന്ധിച്ച് തന്റെ ഭർത്താവിനുണ്ടായ തെറ്റായ ഒരു സങ്കല്പത്തിൽ നിന്നും ഒരു കാരണവുമില്ലാതെ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഈ സഹോദരന്റെ മകളുടെ വിവാഹം ഒഴിഞ്ഞ് മകൾ വീട്ടിലെത്തുന്ന രംഗം എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടു. അതിന് തൊട്ടുപുറകിൽ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ച ചില പരിശോധനകൾ കടന്നുപോയപ്പോൾ അവിടെയുള്ള ലോക്കൽ സഭയിലെ ദൈവമക്കൾ പറഞ്ഞു, വിതച്ചത് കൊയ്യുകയാണല്ലോ. ഇന്ന് രാത്രി എത്രയോ സംഭവങ്ങൾ പറയുവാൻ നിങ്ങൾക്കുണ്ടാകും. ഞാനൊരു ദിവസം എന്റെ ബൈക്കിൽ ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന സമയം ഒരു ഫെയ്ത്ത് ഹോമിൽ കയറി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവദാസനുമായി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്നാ കരയുന്നേ? അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ സഭായോഗം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ ഒരു സംഘം സഹോദരങ്ങൾ പിരിഞ്ഞു പോകാതെ അവിടെ നിന്നു. അതിൽ ഒരു സഹോദരൻ ക്ഷിപ്ര കോപം കൊണ്ട് കലിച്ചു തുള്ളി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എടോ, മൂക്കിൽ എനിക്ക് ശ്വാസമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കൊണ്ട് കർത്തൃമേശ നടത്തിക്കത്തില്ലെന്ന് ഓർത്തുകൊള്ളുക. ആ സമയം അത് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയ തൊട്ട് ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ആ സമയം ആ ദൈവദാസൻ പറഞ്ഞു, കുഞ്ഞെ, ഇങ്ങനെയൊക്കെയാ പ്രശ്നം. അപ്പോൾ ആ ദൈവദാസന്റെ ഭാര്യ പറഞ്ഞു, അച്ഛായ വിഷമിക്കണ്ട, ഞാൻ 40 ദിവസം ഉപവസിക്കാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുക. പക്ഷേ അന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് അറിഞ്ഞ കാര്യം, ഇത് പറഞ്ഞിട്ട് കടന്നുപോയ സഹോദരൻ ഉച്ച കഴിഞ്ഞൊരു സ്വകാര്യ യാത്രയിൽ പോകുകയും ആ യാത്രയിൽ വെച്ച് അതിഭയങ്കരമായ അപകടത്തിൽ ബോഡി ചിതറിത്തെറിച്ചപ്പോൾ മുഖം പോലും ഒന്ന് കാണാൻ ഇല്ലാത്ത വിധത്തിൽ ഫോട്ടോ വെച്ച് ഡെഡ് ബോഡി വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ ശുശ്രൂഷകൻ നിറകണ്ണുകളോടെ കാര്യങ്ങൾ എന്നോട് വിശദീകരിച്ചു. ഞാനിന്ന് രാത്രി ഭയത്തോടെ പറയട്ടെ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ, ദൈവം നിന്റെ സഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൻ ഹൃദയവേദനയോടെ നിന്നെ വിരൽ ചൂണ്ടി ഒന്നും പറയാൻ അവസരമുണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. ആ കവിൾത്തടങ്ങൾ നനഞ്ഞിട്ട് ഇത് വേദനാജനകം എന്ന് ഉദ്ധരിക്കാൻ അവസരമുണ്ടാകാതിരിക്കട്ടെ. ഞാൻ തൊട്ടുപുറകിൽ തെളിയിക്കാം. ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന അധികാര സ്ഥാനത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ സാധാരണ വാക്കുകളല്ല, അത് ഭാവി നിർണയിക്കുന്ന വാക്കുകളാണ്. തൊട്ടു പിന്നാലെ നമ്മൾ വരുന്നുണ്ട് ചിന്ത. നിങ്ങൾക്കൊക്കെ അറിയാം, അരക്കപ്പ് പായസം കൊടുത്ത് ദൈവത്തിന് സ്തോത്രം അച്ചാച്ചനെയും അരക്കപ്പ് ആട്ടിറച്ചി കൊടുത്ത് അപ്പച്ചനെയും ദൈവത്തിന് സ്തോത്രം ഒക്കെ കളിപ്പിച്ച ഒരുത്തന്റെ പേര് വേദപുസ്തകത്തിലുണ്ടല്ലോ, യാക്കോബ്. ആ പശ്ചാത്തലം നിങ്ങൾ നോക്കിക്കേ. 2 മക്കൾ യാക്കോബും ഏശാവും.
ഇസഹാക്ക് വൃദ്ധനായിരിക്കുന്ന സമയം കൊണ്ടു ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പോ ഈ രണ്ടു പേരോടുള്ള ബന്ധത്തിൽ അപ്പൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. സാധാരണ വാക്കുകളാണോ അതോ ഭാവി നിർണയിക്കുന്ന വാക്കുകളാണോ? ഉൽപ്പത്തി 27 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. ആ വാക്കുകൾ സാധാരണ വാക്കുകളല്ല, ആ വാക്കുകൾ ഭാവി നിർണയിക്കുന്ന വാക്കുകളായിരുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയില്ലെങ്കിലും, തോട്ടം വാങ്ങി കൂട്ടിയില്ലെങ്കിലും, കോടികളുടെ ആസ്തി ഇല്ലെങ്കിലും, നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ നിനക്കെതിരെ വേദനാജനകമായി വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. അതിന്റെ പരിണിത ഫലം കൈപ്പോടെ കരയുന്ന കറുത്ത ദിവസങ്ങൾക്ക് അവസരമുണ്ടാക്കും. അതുകൊണ്ട് അധികാരസ്ഥാനം എന്തെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. ദൈവത്തിന് സ്തോത്രം. അത് പ്രധാനപ്പെട്ട 3 തലത്തിലെ അധികാരമുണ്ട്. അതിൽ ഒന്നാമത്തെ അധികാരത്തിൽ നമ്മൾ കുടുംബത്തിലേക്ക് നോക്കുകയാണ്. ദൈവം കുടുംബത്തിൽ വെച്ച അധികാരം അതിനെ സംബന്ധിച്ച് പറയുന്നു. ഭർത്താക്കന്മാരോട് അല്ല ആദ്യം തുടങ്ങുന്നത്, ഭാര്യമാരോടാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, കീഴ്പ്പെടുവീൻ. അനുസരിച്ച് കീഴ്പ്പെടുന്ന കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആഴത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മയുടെ പരിണിത ഫലം വേദനാജനകമായി കൊയ്യും എന്ന വസ്തുതയ്ക്ക് വേദപുസ്തകം വ്യക്തമായി തെളിവ് നൽകുന്നു. ഭർത്താവിന് പ്രതിനിധീകരിച്ച് പറയുവാൻ അധികാരമുണ്ടോ? ഭർത്താവിന് അധികാരമുണ്ടോ? നിശ്ചയമായും. ഇനിയും സഹോദരന്മാരെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ തിരുവെഴുത്തിലെ ഒരു വാക്യം ഗൗരവമായി കണ്ടുകൊണ്ട് വേണം ഈ അധികാരതലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. അധികാരതലം എന്ന് പറയുന്നത് ദൈവം ശിരസ്ഥാനമായി വെച്ചിരിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ ദൈവം ശിരസ് എന്നാണ് അധികാരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. നമുക്കറിയാം. തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം ശിരസിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. ആ ഭാഗം ഒന്ന് നിങ്ങൾ വായിക്കണം. 11-ന്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ എടുത്ത് വായിക്കണം, ആ വാക്യത്തിലേക്ക് വരണം. അപ്പോൾ ശിരസ് എന്ന ഒരു സ്ഥാനം ദൈവം സഭയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്, കുടുംബത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്തോട് നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് കാര്യങ്ങളെന്ന് ശരിയായ വീക്ഷണകോണിലൂടെ തിരിച്ചറിയാൻ അല്പസമയമെടുക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കുടുംബം. ആ കുടുംബത്തെ സംബന്ധിച്ച് ഒത്തിരി വിശദീകരണങ്ങൾ പറയാനുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഭാഗത്തൂടെ വാഹനത്തിൽ പോകേണ്ടി വന്നപ്പോൾ ആ വീട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ പഴയ തറവാട് വീടിന്റെ കാഴ്ച ഞാൻ കണ്ടു. അതിൽ ഒരു പ്രത്യേക സംഭവം എനിക്കറിയാം. വർഷങ്ങൾക്ക് പുറകിൽ ആ ഗ്രഹനാഥൻ വിശ്വാസ സത്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദശകങ്ങൾക്ക് പുറകിൽ കർത്താവിനെ സേവിപ്പാനായിട്ട് ആ ഗ്രഹനാഥൻ ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ യാക്കോബ സഭയുടെ ഉറച്ചൊരു വിശ്വാസി എന്ന നിലയിൽ പലപ്പോഴും ക്ഷിപ്രകോപത്താൽ പൊട്ടിത്തെറിച്ച് തന്റെ ഭർത്താവിനോട് ആത്മീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയായിരുന്നു. അന്നൊരിക്കൽ ഈ ദൈവദാസന്റെ സഭയിലെ പാസ്റ്റർ ഈ വീട്ടിലോട്ട് കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് ഈ സഹോദരിക്ക്, തന്റെ ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ലാതെ വന്നതുകൊണ്ട് അവൾ പൊട്ടിത്തെറിച്ച് മുൻപോട്ട് ഇറങ്ങി വന്ന് ആ വീടും പശ്ചാത്തലവും പറഞ്ഞ സമയവും സാഹചര്യങ്ങളെല്ലാം എനിക്കറിയാം. പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, പുള്ളി മാറ്റി വെള്ളയെടുത്ത് പള്ളയും വീർപ്പിച്ച് ഒരു തൊഴിലുമില്ലാതെ ഇങ്ങനെ കുറെ എണ്ണം അങ്ങ് ഇറങ്ങും, ഒരു തൊഴിലുമില്ലെങ്കിൽ ഞാൻ തൊഴിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വീടിന്റെ പിൻഭാഗത്തോട്ട് ചെന്ന് ഒരു മമ്മട്ടി എടുത്ത് മുൻപോട്ട് വെച്ചിട്ട് പറഞ്ഞു, ദേണ്ട കൊണ്ട കിളയ്ക്ക്. ഈ സമയം ആ ഭർത്താവിന്റെ മനസ്സ് മുറിഞ്ഞു. ഈ ദൈവദാസന്റെ മുൻപിൽ നിന്ന് നെഞ്ചിലൊരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചടിച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ മക്കളും വിധവകളാകുകയുള്ളൂ, എന്നെ ഇനിയും നിനക്ക് കിട്ടില്ലെന്ന് ഓർത്തുകൊള്ളുക. അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവം, ഈ മനുഷ്യൻ അവിടെ നിന്നും മലബാർ മേഖലയിലേക്ക് കാട് കയറുകയും സ്വഭാവത്തിൽ വഴിതെറ്റുകയും തന്റെ വസ്തുവകകളിൽ ഒരു ഭാഗം വിൽക്കുകയും അങ്ങനെ ആ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ തകർച്ചയിലെത്തുകയും ചെയ്തു. ഇദ്ദേഹം മലബാർ മേഖലയിലേക്ക് കയറിപ്പോയതിനു ശേഷം, എവിടെയാണെന്ന് അറിയാൻ കഴിയാതെ കയറിപ്പോയതിനു ശേഷം ഈ 2 പെൺകുഞ്ഞുങ്ങളെ, 5 മക്കളിൽ 2 പെൺകുഞ്ഞുങ്ങളെ മാന്യമായ തറവാടുകളിൽ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഈ സഹോദരിയും മക്കളും ചേർന്ന് വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു. 1ാമത്തെ കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല നിലവാരമുള്ള കുടുംബത്തിൽ വിദേശ രാജ്യത്ത് ജോലിയുള്ള ഭർത്താവ് പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ മഞ്ഞപ്പിത്തമായി മടങ്ങി വന്ന്
മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശവമടക്കിന് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഭർത്താവ് വഴിവക്കിൽ ഒരു സ്നേഹിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു ട്രക്ക് സ്നേഹിതനെ ഇടിച്ചില്ല, ഇദ്ദേഹത്തെ മാത്രം ഇടിച്ചു തെറിപ്പിച്ചു. ആ ബോഡി അടക്കുന്ന സമയം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അലറിക്കരയുന്ന സമൂഹത്തിന് മധ്യത്തിൽ ഞാൻ ഡെഡ് ബോഡിക്ക് അടുത്തിരിക്കുന്ന 3 പേരെ ശ്രദ്ധിച്ചു. ഒന്ന് അമ്മ, രണ്ട് പെൺമക്കൾ, 3 പേരും വിധവകൾ. അപ്പോൾ തന്നെ ഇവരുടെ ഭർത്താവ് ഇന്നും അജ്ഞാതമായി ഏതോ സ്ഥലത്തുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചത്, ആ പാസ്റ്റർ കയറി വന്ന സമയം ഈ സഹോദരി പൊട്ടിത്തെറിച്ച് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങൾ കാട്ടുന്ന നിഷേധവും അതിന്റെ പരിണിത ഫലവും ഇപ്പോൾ പെട്ടെന്ന് വെളിപ്പെട്ടില്ലെന്ന് വന്നാലും, നിങ്ങൾ അംഗീകരിച്ചാലും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഒരു സത്യം ഞാൻ പറയാം, അതിന്റെ പുറകിൽ ബന്ധനമുണ്ട്. അതൊരു പ്രവാചകൻ അഴിച്ചു മാറ്റാൻ പറ്റില്ല. അതിന്റെ പുറകിൽ ബന്ധനം വ്യാപരിക്കും. വേദപുസ്തകം അധികാര സ്ഥാനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ചില ആൾക്കാർ പറയും, പാസ്റ്ററെ, ഞങ്ങളുടെ അച്ഛന്റെ സ്വഭാവം പാസ്റ്റർക്ക് അറിയത്തില്ല, ഞങ്ങളുടെ അച്ഛന്റെ സ്വഭാവം പാസ്റ്റർക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ ആരാന്നറിയാമോ? ഞാൻ പറയണോ? എന്റെ വാത്സല്യ സഹോദരി, ഒന്നും പറയണ്ട. ഒരു വസ്തുത മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ ദൈവം വെച്ച അധികാര സ്ഥാനത്തിന്റെ പരിധി ലംഘിച്ചാൽ അതിന്റെ പരിണിത ഫലം ഒറ്റയ്ക്കൽ അനുഭവിക്കുന്നത് കൂട്ടുത്തരവാദിത്തത്തിൽ അനുഭവിക്കും. തലമുറകൾ എത്തിച്ചേരുന്ന പാതയും വേദനാജനകമായിരിക്കും. വളരെ ഭയത്തോടും ഗൗരവത്തോടും ഏത് ഭാഗം ശ്രദ്ധിക്കണം. ആ വാക്യത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയട്ടെ. ദൈവം അധികാര സ്ഥാനം വെച്ചിരിക്കുന്നതിന് മുൻപിൽ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പൊള്യൂഷൻ വർദ്ധിച്ച സ്ഥലത്ത് ശ്വസിക്കുമ്പോൾ ആ ശ്വസനം അസ്വസ്ഥത നിറഞ്ഞതാണ്. ഒരു പട്ടണത്തിന്റെ ഡൗൺ ടൗണിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് ശ്വസിക്കുമ്പോൾ ആ ശ്വസനം വളരെ അസ്വസ്ഥത നിറഞ്ഞതാണ്. ഞങ്ങളുടെ റാന്നി ഭാഗത്ത് ടൗണിൽ നിന്ന് ശ്വസിച്ചാൽ ആ ശ്വസനം പൊന്തമ്പഴ വനത്തിന് നടുക്ക് പോയി ശ്വസിക്കത്തുള്ളൂ, എട്ടിയപ്പാറ വരുമ്പോൾ ശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് മൂക്കടച്ചു കുടിച്ചാൽ എന്തായിരിക്കും ഗതി? മരണമായിരിക്കും ഗതി. അപ്പൊ ഇട്ടിയപ്പാറ ടൗണിലെ ശ്വാസം അല്ലെങ്കിൽ വായു ഇച്ചിരി പൊള്യൂഷൻ ആണെന്ന് പറഞ്ഞാലും ശ്വസനം തെറ്റിച്ചാൽ മരണം വരുന്നത് പോലെ നിന്റെ ഭർത്താവ് ഒരല്പം അസ്വസ്ഥതയുള്ള പുള്ളിയാന്ന് പറഞ്ഞാലും അനുസരണത്തിന് മുൻപിൽ നീ തെറ്റിയാൽ അതിന്റെ പരിണിത ഫലം മറ്റൊരാളല്ല അനുഭവിക്കുന്നത്. അത് നിന്റെ കുടുംബത്തിൽ തന്നെ കൊയ്യും. വേദപുസ്തകം പറയുന്നത് ശിരസിനെ അധികാരസ്ഥാനമായിട്ടാണ്. ഇനിയും നിങ്ങൾ കൊരിന്ത്യർ ലേഖനം 11 വരിക. 11 3 വാക്യം ശ്രദ്ധിച്ചു വായിക്കുക. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെയാണെങ്കിൽ ശിരസ്ഥാനം, തല എന്ന പൊസിഷൻ അത് ആർക്കാണ് ദൈവം വെച്ചിരിക്കുന്നത്? ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സഭയെ സംബന്ധിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ പരാമർശനമാണ്. 7 ദൂതന്മാർ 7 സഭയുടെ ശുശ്രൂഷകന്മാരാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥലം സഭയിൽ ദൈവം ഒരു ശിരസിനെ വെച്ചിരിക്കുന്നു. ആ ശിരസ് മറ്റാരുമല്ല, ദൈവം അതാത് സ്ഥലം സഭകൾക്ക് ദൂത് നൽകാൻ ആക്കി വെച്ചിരിക്കുന്ന സഭാ ശുശ്രൂഷകൻ. അത് സഭയുടെ ശിരസാണ്. സ്തോത്രം. എന്നാൽ അദൃശ്യ ശിരസായി സഭയ്ക്ക് മുകളിൽ ക്രിസ്തു ശിരസായി നിലകൊള്ളുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രമവൃദ്ധമായ അധികാര സ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗതി ദൈവം സഭയ്ക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ഏറ്റവും അടിയിലത്തെ റൗണ്ടിൽ തലമുറകൾ, കുഞ്ഞുങ്ങൾ, അവരുടെ മുകളിൽ മാതാപിതാക്കൾ എന്ന ശിരസ്ഥാനം. മാതാപിതാക്കളിൽ ഭാര്യയ്ക്ക് മുകളിൽ ഭർത്താവ് എന്ന ശിരസ്ഥാനം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉൾക്കൊള്ളുന്ന സദസ്സിന് മുകളിൽ സഭാ ശുശ്രൂഷകൻ എന്ന ശിരസ്ഥാനം. അവരുടെ മുകളിൽ ക്രിസ്തു എന്ന ശിരസ്ഥാനം. ക്രിസ്തുവിന് മുകളിൽ പിതാവായ ദൈവം എന്ന ശിരസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, അവരോഹണ ക്രമത്തിൽ അധികാരം പങ്കുവച്ചുള്ള ഒരു സുസജ്ജമായ ഭരണ സംവിധാനം ദൈവ സഭയ്ക്കകത്ത് വച്ചിരിക്കുന്നു. ഒടുവിലത്തെ തലമുറകൾ എന്ന ഭാഗം,
അതിനു മുകളിൽ മാതാപിതാക്കൾ എന്ന ശിരസ്, അതിനു മുകളിൽ ഭർത്താവിന്റെ മണ്ഡലത്തിൽ ഭാര്യയുടെ മേൽ ഉള്ള അധികാര സ്ഥാനം, ഭാര്യയും ഭർത്താവും ഉൾക്കൊള്ളുന്ന സഭയിൽ ശുശ്രൂഷകൻ എന്ന അധികാര സ്ഥാനം, ഈ സഭയുടെ മുകളിൽ ക്രിസ്തു എന്ന അധികാര സ്ഥാനം, ക്രിസ്തുവിന് മുകളിൽ പിതാവായ ദൈവം എന്ന അധികാര സ്ഥാനം. അപ്പോൾ ഈ അധികാരത്തിന്റെ ക്രമം നിങ്ങൾ എപ്പോൾ നിഷേധിക്കുമോ, അതിന്റെ പരിധി കടക്കുമോ, അതിന്റെ പരിണിത ഫലം നമ്മൾ കൊയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം വെച്ചിരിക്കുന്ന അധികാര സ്ഥാനം കുടുംബജീവിതത്തിലാണ് ആരംഭിക്കുന്നത്. കുടുംബജീവിതത്തിലാണ് ആരംഭിക്കുന്നത്. വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളുടെ മുൻപിൽ പരിണിത ഫലമുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ ഒരു ജനറേഷൻ കൊണ്ട് അവസാനിക്കാത്തതുണ്ട്. ഒരു ജനറേഷൻ കൊണ്ട് അവസാനിക്കാത്തതുണ്ട്. ചില പ്രത്യേക വിഷയങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറകിലെ കാരണങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. അധികാര തലം എവിടെ നിഷേധിക്കപ്പെടുമോ അതിന്റെ പരിണിത ഫലം സാധാരണ നിലയിലല്ല. ചില ആൾക്കാരെ പറയാറില്ലേ, അപ്പനിരിക്കേണ്ടിടത്ത് അപ്പനിരിക്കാതെ അപ്പനിരിക്കേണ്ടിടത്ത് പട്ടി ഇരിക്കുന്നിടത്ത് അപ്പനിരുന്നാൽ പട്ടിക്ക് കിട്ടുന്നത് അപ്പന് കിട്ടുമെന്ന് പറയുന്ന ആൾക്കാരില്ലേ? മനസ്സിലായില്ല. അപ്പനിരിക്കേണ്ടിടത്ത് അപ്പനിരിക്കാതെ പട്ടി ഇരിക്കേണ്ടിടത്ത് അപ്പനിരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടുമെന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഒരു വസ്തുത നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ പുറകിൽ പരിണിത ഫലം അനുഭവിക്കുന്നത് മറ്റാരുമല്ല, നീ തന്നെയായിരിക്കും. സ്തോത്രം. അപ്പന്മാർ അല്പം അസ്വസ്ഥരാണെങ്കിൽ പോലും അവരുടെ വായിൽ നിന്ന് കറുത്ത വാക്കുകൾ നിങ്ങളുടെ മേൽ വരാതിരിപ്പാൻ തക്കവണ്ണം ജാഗ്രത പുലർത്തുന്നതാണ് നല്ലത്. ഞാൻ പലപ്പോഴും ഓർക്കും, നിങ്ങൾ ഒന്ന് കണ്ണുയർത്തി നോക്കിയേ. സ്തോത്രം. ആ നോഹയുടെ കുടുംബത്തിലോട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പൻ അവിശ്വസ്തനായിട്ട് മദ്യപാനിയായിട്ട് കുടിയനായിട്ട് മാറിയത് ശരിയാണോ? ഇനി അങ്ങേര് കുടിയൻ എന്ന് പറഞ്ഞതിനെക്കാട്ടില്ല ഇത്രയും പിള്ളേരും ഭാര്യയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഇത്രയും വയസ്സായ ഈ വൃദ്ധൻ, ഈ കളവൻ, ഈ പ്രായമായപ്പോ മുന്തിരിയും കുടിച്ച്, അതും ദൈവത്തിന് സ്തോത്രം വിവസ്ത്രനായിട്ട് ജൗളി മാറിയൊക്കെ കിടന്നാൽ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുകയല്ലേ? മര്യാദയ്ക്കൊക്കെ ഇരിക്കണ്ടേ? പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ വസ്തുത അവിടെ നടക്കുമ്പോ അപ്പന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തന്നെ രണ്ട് മക്കൾ ഇതറിയുന്നതിന് മുൻപ് ഒരു മകൻ അകത്തിയെന്ന് ലജ്ജാകരമായത് കണ്ടു. എന്നിട്ട് പുറത്തു വന്ന് പരിഹാസ രൂപത്തിൽ അറിയിച്ചു. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ദൈവം നിന്റെ മുൻപിലാക്കിയിരിക്കുന്ന പിതൃസ്ഥാനത്തിൽപ്പെട്ട വ്യക്തിയുടെ ലജ്ജാകരമായ രഹസ്യങ്ങൾ പുറത്ത് പരസ്യം ചെയ്യാൻ നീ കാണിക്കുന്ന ചാതുര്യത്തിന്റെ പുറകിൽ ഒരു ബന്ധനം വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കും, അറിഞ്ഞോ എന്നെ അളിഞ്ഞോ എന്ന്? ഒന്നും പറയാതെ ആരോടും പറയരുത്, ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ രഹസ്യം മറ്റുള്ളവരുടെ മുമ്പിൽ പുറത്തു കൊണ്ട് നടക്കാൻ വിദഗ്ധരായ ചില ആൾക്കാരുണ്ട്. അവർക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഹോദരിമാര് ആരെങ്കിലും ഒരാൾ കാർ പോർച്ചിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഒരു പൂച്ച ചത്ത് മലന്ന് കിടക്കുന്നിരിക്കട്ടെ, വന്യമായി വളരുന്ന ഒരു പൂച്ച ചത്തു മലന്ന് കിടക്കുന്നു. സ്തോത്രം. ഈ പൂച്ചയെ ഒരു കമ്പെ പൊക്കി പിടിച്ചോണ്ട് അങ്ങേപ്പുറത്തെ വീട്ടിലെ സഹോദരിയോട്, അറിയാമേ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇത് കണ്ടോ, എന്റെ വീട്ടിൽ കാർ പോർച്ചിൽ കിടന്ന സാധനമാണ്. ഇനി തൊട്ട് അങ്ങേപ്പുറത്തെ വീട്ടിലോട്ട് പോയി, ശോശാമേ ഇവിടെ ഉണ്ടോ? ഇത് കണ്ടോ, ഇത് എന്റെ വീട്ടിൽ കാർ പോർച്ചിൽ കിടന്ന സാധനമാണ് എന്ന് പറഞ്ഞ് നാലഞ്ചിടത്ത് സ്ഥിരമായിട്ട് ഈ സഹോദരി ഈ സാധനം പൊക്കി പിടിച്ചോണ്ട് നടന്നാൽ അവളെ എന്നാ പറയുന്നേ? നാട്ടിൽ ദൈവത്തിന് സ്തോത്രം പേര് വിളിച്ച് ഓരോ സംഗതികളെ വിളിക്കാറുണ്ട്. ഓട്ടോക്കാരന്റെ പേരറിയത്തില്ലെങ്കിലും വഹിക്കുന്ന സംഗതി അനുസരിച്ച് ഓട്ടോ 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 എന്ന് പറഞ്ഞാൽ ഉടനെ ഓട്ടോ ഇനി വരും. ഗോപാലകൃഷ്ണൻ എന്നോ ദൈവത്തിന് സ്തോത്രം ബോബി എന്നോ ഒക്കെ ഇവന്റെ പേരായിരിക്കുമെങ്കിലും പേര് വിളിക്കേണ്ട കാര്യമില്ല, ഓട്ടോ എന്ന് വിളിച്ചാൽ മതി. വഹിക്കുന്ന സാധനം അനുസരിച്ച് അവനിഞ്ഞു വരും. മീൻ തലയെ വെച്ച് ബിസിനസിന് പോകുന്ന ആൾക്കാരെ മീൻ 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 എന്ന് വിളിച്ചാൽ ഉടനെ മീൻകാരൻ ഇഞ്ഞു വരും എന്ന് പറഞ്ഞാൽ തങ്ങൾ വഹിക്കുന്ന സാധനത്തിന്റെ പേര് തങ്ങളെ വിളിക്കുന്നത് സ്വാഭാവികമാണെങ്കിൽ നാറിയ സാധനം പൊക്കിക്കൊണ്ട് നടക്കുന്നവന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ആ ഡിഗ്രി ആരും നേടിയെടുക്കേണ്ട ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. സ്വന്തം ജീവിതത്തിന്റെ മറ്റുള്ളവരുടെ ജീവിതങ്ങളുടെ രഹസ്യങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം സാധാരണമല്ല. എനിക്ക് ഏറ്റവും ചിന്തിക്കാനുള്ളത്, അപ്പൻ അവിശ്വസ്തനായി നിന്നിട്ട് പോലും അകത്ത് രഹസ്യം കണ്ടിട്ട് ലജ്ജാകരമായി പുറത്തറിയിച്ച മക്കളുടെ മുൻപിൽ മകന്റെ മുൻപിൽ രണ്ട് കുഞ്ഞുങ്ങൾ ചെയ്തെന്താ? അകത്തോട്ട് ചെന്ന് അപ്പന്റെ നഗ്നത മൂടി. ഈ മൂടിയ സമയം അടുത്ത രംഗം, അപ്പൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ വാർത്ത അറിഞ്ഞു.
അപ്പന്റെ അധരം വിതുമ്പി. എന്താ പറഞ്ഞേ? കനാൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്തെ കുറിച്ച് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 9:21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 9:21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചാട്ടെ. 9:21 മുതൽ 25 വരെ വേഗം. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടുന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് 2 സഹോദരന്മാരെ അറിയിച്ചു. ശേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. അടുത്ത വാക്യം. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരന്മാർക്ക് അധർമ്മദാസനായി തീരും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ജീനിയോളജി വായിച്ചു വരുമ്പോ കനാന്റെ സന്തതികൾ കുടികയറിയ സ്ഥലം എവിടെയെന്ന് നോക്കണം. ആത്മാ, സെബോയിം, സൊദോം, ഗൊമോറ മേഖലകളിലാണ് കനാന്റെ സന്തതികൾ കുടികയറിയത്. ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങൾ വർഷിച്ച് ചരിത്രത്തിന്റെ തീക്കടലായി സോദോം ഗോമോറ മേഖലകൾ മാറുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരപ്പന്റെ കണ്ണുനീരിന്റെ പിൻതലമുറയാണ് പാർക്കുന്നത്. നോക്കണം എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ചില പ്രത്യേക വിഷയങ്ങളുടെ ബന്ധം നമ്മൾ തിരിച്ചറിയുമ്പോൾ അറിയാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഈ കുടുംബങ്ങളെ ഭരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മപ്രേരണയിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്ന് രാത്രി ഒരു സമയമെടുക്കണം. എന്തിനുമെന്നറിയാമോ? അധികാര സ്ഥാനത്തെ നിങ്ങൾ നിഷേധിച്ച മണ്ഡലങ്ങളെ തിരിച്ചറിയാൻ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ ഒരല്പസമയം വേർതിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണിന് മുൻപിൽ അത് കാണിച്ചിരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാപം നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയാൽ സാക്ഷാൽ ശക്തനായൊരു കർത്തൃദാസൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വിഷയത്തിന് മുൻപിൽ മറുപടി വെളിപ്പെടാത്ത വിധത്തിൽ ദൈവത്തിന്റെ കരം തടയും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കൂ, പാപം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഉള്ളിൽ ആധിപത്യം പുലർത്തിയാൽ ശക്തനായൊരു കർത്തൃദാസൻ ദിവ്യാധികാരത്തോടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും അവന്റെ കരം നിങ്ങളുടെ വിടുതലിന് തടസ്സമായിരിക്കത്തക്ക വിധം അത് തടയപ്പെടും. ആകാശമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യചന്ദ്രാദികളെ ഒറ്റ വാക്കിനാൽ നിലയ്ക്ക് നിർത്തത്തക്ക വിധം അധികാരം അധരങ്ങളിൽ വ്യാപരിച്ച ദൈവദാസനല്ലായിരുന്നോ യോശുവ? ഒറ്റ വാക്കിൽ സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യലൻ താഴ്വരയിലും നിൽക്കുക എന്ന ഒറ്റ വാക്കിന് മുൻപിൽ പ്രപഞ്ചത്തെ പിടിച്ചു കെട്ടാനുള്ള ശക്തി യോശുവയുടെ വായിൽ അധികാരത്തോടെ പുറപ്പെട്ടില്ലേ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്ക്, ഒരിക്കൽ ഹായിക്ക് നേരെ യുദ്ധത്തിന് പോയ വേളയിൽ യുദ്ധത്തിന്റെ മുൻനിരയിൽ വെച്ച് 36 ആളുകളുടെ ശിരസറ്റ് വീണപ്പോൾ പെട്ടകത്തിന് മുൻപിൽ വസ്ത്രം കീറി അലറിക്കരയുന്ന യോശുവയുടെ ദൈവം എന്താ പറഞ്ഞേ? ജനത്തെ വിശുദ്ധീകരിക്കുക, ജനത്തിനിടയിൽ ശാപം പാപമുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാം, പിടിപെട്ട് വന്നപ്പോൾ ആഖാൻ പിടിക്കപ്പെട്ടു. ഒരു വ്യക്തിയുടെ പാപം ഒരു സമൂഹത്തിന്റെ പരാജയത്തിന് കാരണമായി. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ വിളിച്ചു പറയട്ടെ ഈ സന്ദേശത്തോടുകൂടെ, ഇസ്രയേലേ, നിന്റെ പരാജയത്തിന്റെ കാരണം അമ്മോന്യനല്ല. ഇസ്രയേലേ, നിന്റെ പരാജയത്തിന്റെ കാരണം അസ്തോദ്യനല്ല. നിന്റെ പരാജയത്തിന്റെ കാരണം മോവാബ്യനല്ല. നിന്റെ പരാജയത്തിന്റെ കാരണം നീ തന്നെയാണ്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, നിന്റെ പരാജയത്തിന്റെ കാരണം നീ തന്നെയാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്നിൽ ഒളിച്ചിരിക്കുന്ന പരാജയം കാണാൻ നിന്റെ കണ്ണിന് ശക്തിയില്ല. എന്നാൽ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ കവണ് വീഴാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന വിഷയത്തെ കാണിക്കാൻ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഉയരും. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആഖാനെ പുറത്തു കൊണ്ടുവന്ന് അവർ അവന്റെ മേലൊരു കൽക്കൂമ്പാരം കൂട്ടി. ദൈവത്തിന് സ്തോത്രം. കൽക്കൂമ്പാരം കൂട്ടി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി, ഹായിയെ ഞാൻ നിന്റെ കൈകളിൽ തന്നിരിക്കുന്നു.
ഈ ദൂത് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഈ 4-ാം ദിവസത്തെ ക്ലാസ്സിന് നടുവിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങളുടെ സഭാമണ്ഡലത്തിൽ നിങ്ങൾ അധികാര തലത്തോട് മറുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകളും നിങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ശാപപ്രയോഗങ്ങളും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാണുന്നു. നീ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മറഞ്ഞു കിടക്കുന്നത് കാണാൻ നിന്റെ കണ്ണിന് ശക്തിയില്ല. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ മുഴങ്കാലിന്മേലിരുന്ന് കർത്താവേ, ദൈവം എനിക്ക് തന്ന ശിരസ്ഥാനത്തോട് ഞാൻ മറുത്തിട്ടുണ്ടെങ്കിൽ, അധികാര സ്ഥാനത്തോട് ഞാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി ദൈവത്തിന് തയ്യാറായാൽ സർവശക്തൻ പറയും, കൽക്കൂമ്പാരം കൂട്ടേണ്ട ചില മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു. ഇന്ന് രാത്രി യോഗം പിരിയുന്നതിന് മുൻപ് ഈ ആത്മീയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ അവകാശപ്പെടത്തക്ക വിധം നിന്റെ ഭവനത്തിൽ ഉയരുന്ന നിഷേധാത്മകമായ ശക്തികളുടെ മീതെ പ്രതിഷ്ഠയുടെ കൽക്കൂമ്പാരം കൂട്ടാൻ ആരേൽപ്പിച്ചു കൊടുക്കുമോ അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെടുകയും ഒരിക്കലും ഇതുവരെ ജയിക്കാത്ത മണ്ഡലങ്ങളിൽ നിന്റെ കുടുംബം ചില മേഖലകളെ വെട്ടിപ്പിടിക്കത്തക്ക വിധം ദൈവശക്തി വ്യാപരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അടുത്തിരിക്കുന്നവനല്ല നിന്റെ പ്രതിയോഗി, മുൻപിലിരിക്കുന്നവനല്ല നിന്റെ പ്രതിയോഗി, നിന്റെ പാസ്റ്റർ അല്ല നിന്റെ പ്രതിയോഗി. നിന്റെ കുടുംബത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അധികാര നിഷേധത്തിന് പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. അത് നിന്റെ കുടുംബത്തിന്റെ തോൽവിയിലെത്തിക്കും. മുഴങ്കാൽ മടക്കി കണ്ടെത്തിയിട്ട് പ്രതിഷ്ഠയുടെ കൽക്കൂമ്പാരം അതിന്മേൽ കൂട്ട്. ഈ പാളയത്തെ അരുളപ്പാട് മുഴങ്ങും ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറാകും? എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഉയരുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളിലേക്ക് ദൈവാത്മാവിന്റെ തീയുടെ വ്യാപാരം ഇന്ന് രാത്രി ഒഴുകുകയാണ്. അന്ധകാര ശക്തികൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ നാളുകളായി ഒരുക്കി വെച്ചിരിക്കുന്ന ചില കണികളുണ്ട്. അത് കാണാൻ ഇന്ന് രാത്രി കണ്ണ് തുറക്കുമെങ്കിൽ ദൈവാത്മാവ് രാത്രി പറയുന്നു, ആ മണ്ഡലങ്ങളെ തിരിച്ചറിയുവാൻ ദൈവാത്മാവ് രാത്രി നിന്റെ കണ്ണ് തുറക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി ആ വിഷയം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. ചില പ്രത്യേക വിഷയങ്ങൾ ഒരു തലമുറ കൊണ്ട് തീരും. ചില പ്രത്യേക വിഷയങ്ങൾ ബുദ്ധിപരമായി ചെയ്തതാണെങ്കിലും ചിലരുടെ കണ്ണുനീരിന് മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ ജനറേഷനിൽ തുടരും. സ്തോത്രം. ഞാൻ പലപ്പോഴും ഭയത്തോടെ ഓർക്കുന്ന ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു സ്ഥലത്ത്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ടൗണിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ ആ നാട്ടിലെ കുബേരത്വമുള്ള ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യൻ ഇദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടുന്ന രംഗമുണ്ടായി. ഏതായാലും വൈരാഗ്യവും പകയുമായി ആ വാക്കേറ്റം കയ്യേറ്റത്തിൽ അവസാനിച്ച് ഇവർ രണ്ടുപേരും പിരിഞ്ഞു. എന്നാൽ ഞാൻ പറയുവാൻ വരുന്ന ആ മനുഷ്യൻ അന്ന് രാത്രി ഉറക്കം വന്നിരാഞ്ഞതുകൊണ്ട് തന്റെ മദ്യപാനികളായ ചില സുഹൃത്തുക്കളെ കൂട്ടി അവിടെയുള്ള മാർത്തോമ പള്ളിയുടെ സെമിത്തേരിയിലേക്ക് ചെന്നു. നടന്ന സംഭവം പതിറ്റാണ്ടുകൾക്ക് പുറകിൽ. അവിടെ ചെന്ന് അടക്കിയ ഒരു ശവം ആ സെമിട്രിയിൽ നിന്ന് പൊക്കിയെടുത്തു. അടക്കിയ ശവം പൊക്കിയെടുത്തത് മാത്രമല്ല, പക തീർക്കുന്നതിന്റെ ബുദ്ധിപരമായ വഴികൾ നിങ്ങൾ ഓർക്കണം. അന്ന് പകൽ ടൗണിൽ വെച്ച് താൻ ഉടുത്തിരുന്ന കൈലി, ദൈവത്തിന് സ്തോത്രം, അതുപോലെ മറ്റൊരു കൈലി തനിക്കുണ്ടായിരുന്നു. ആ കൈലി തന്നെ അന്ന് രാത്രി താൻ ഉടുത്ത് മറ്റേ കൈലിയും ദൈവത്തിന് സ്തോത്രം തന്റെ കയ്യിൽ കരുതി. അങ്ങനെ വേറൊരു 2 തോർത്ത് വാങ്ങി, ഒരു തോർത്ത് തന്റെ തോളിലിട്ട് അതിന്റെ ഇണയായിട്ടുള്ള അതേ കരയുള്ള തോർത്ത് തന്റെ ഭാര്യയും ഏൽപ്പിച്ചിട്ട് വിദഗ്ധമായി ശവവുമായി മൂക്കറ്റം മദ്യപിപ്പിച്ച മദ്യപാനികളുമായി ആറ്റുകടവിലേക്ക് രഹസ്യമായി ഒരു കാളവണ്ടിയിൽ ഡെഡ് ബോഡിയുമായി പോയി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ ആറ്റുകടവിൽ ഈ കാളവണ്ടിയിൽ കൊണ്ടുവന്ന ഡെഡ് ബോഡി കത്തിച്ചതിന് ശേഷം തന്റെ കൈലി ഊരി ഈ ഡെഡ് ബോഡിയെ ഉടുപ്പിച്ചു. തന്റെ തോളിൽ ഉണ്ടായിരുന്ന 2 തോർത്തിൽ ഒന്ന് ഭാര്യയ്ക്ക് കൊടുത്തതിന്റെ മറ്റേ തോർത്ത് ഈ കത്തിക്കരിഞ്ഞ ബോഡിയിലിട്ട് ബാക്കിയുടെ കത്തിച്ച് ഉടുതുണിയും തോർത്തും തിരിച്ചറിയാവുന്ന, ഐഡന്റിഫൈ ചെയ്യാവുന്ന നിലയിലാക്കി ഈ ബോഡി ആറ്റുകടവിൽ കത്തിച്ചിട്ടിട്ട് അന്ന് രാത്രി അദ്ദേഹം അവിടെ നിന്ന് മുങ്ങി. എന്തിനേറെ നാട്ടുകാർ, ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ഒന്നും ഇല്ലാത്ത കാലം, നാട്ടുകാർ ആറ്റുകടവിൽ രാവിലെ ഇറങ്ങിച്ചെന്നപ്പോൾ ബോഡി കത്തിക്കരിഞ്ഞു കിടക്കുന്നു.
ആളറിയത്തില്ല. പക്ഷെ കൈലിയും തോർത്തും മനസ്സിലാക്കിയപ്പോൾ നാട്ടുകാർക്ക് കാര്യം ബോധ്യമായി. വൈകിട്ട് കവലയിൽ ഇറങ്ങിയ സമയം ആ വാക്കേറ്റത്തിൽ ഇടപെട്ട ഒരു കക്ഷിയുടെ കൈലിയാണിത്. അങ്ങനെയാണെങ്കിൽ ശവം ആ ആളിന്റെ തന്നെ. പോലീസ് രംഗത്തെത്തി. അന്ന് സന്ധ്യയ്ക്ക് ആ ടൗണിൽ കയ്യേറ്റം ചെയ്ത വ്യക്തിയെ കൈയോടെ പിടിച്ചു. ആ കുടുംബത്തിന്റെ തറവാട് തോണ്ടത്തക്ക വിധം പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഏതായാലും ആ ആൾ മറ്റൊരു സ്ഥലത്തേക്ക് കാട് കയറിപ്പോയത് കൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾക്ക് കിട്ടിയില്ല, രഹസ്യമായി മാറിക്കഴിഞ്ഞു. എന്തായാലും കേസ് നിയമപരമായി നടന്നു. അന്നത്തെ കേസും വിധികളുമായതുകൊണ്ട് ആ കുടുംബം തകർച്ചയിലേക്ക് കേസിനാൽ നീങ്ങുകയാണ്. സാഹചര്യ തെളിവും സാക്ഷി തെളിവും ഒന്നും കാര്യങ്ങൾക്കില്ലെങ്കിലും സാധ്യതകൾ വെച്ച് ഈ കുറ്റവാളിയായി സന്ധ്യയ്ക്ക് കയ്യേറ്റം ചെയ്ത വ്യക്തിയെ തന്നെ കോടതി പ്രതിക്കൂട്ടിലെത്തിച്ചു. വിസ്താരവും പദ്ധതികളും ആസൂത്രണം ചെയ്ത കോടതി നിയമത്തിന്റെ കൂർത്തുമൂർത്ത മുനകളുടെ വിസ്താര രംഗങ്ങൾ തുടരുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞ് ഈ രക്ഷപ്പെട്ടു പോയയാൾ തന്റെ ശവമടക്ക് കഴിഞ്ഞു എന്ന മട്ടിലെ ഭാര്യയും ഒരു കുഞ്ഞും വളരുന്ന സാഹചര്യത്തിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നോക്കിയപ്പോൾ വീടിന്റെ പിൻഭാഗത്ത് അടുക്കളയുടെ ഭാഗത്തൂടെ ഒരു രൂപം കയറി വരുന്നു. ആംഗ്യം കാട്ടിയിട്ട് പറഞ്ഞു, ശബ്ദിക്കരുത്. ഈ സ്ത്രീ അലറി. ഭർത്താവിന്റെ ഭൂതമെന്ന് വിചാരിച്ചു. ഈ സ്ത്രീയോട് ഭർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ പക തീർക്കാൻ ചെയ്തതാണ്. എന്തായാലും അടുത്ത അധ്യായങ്ങൾ താൻ മറഞ്ഞു നിന്നുകൊണ്ട് ആ വസ്തുവും പുരയിടവും വിറ്റ് വളരെ അകലെ ഒരു സ്ഥലത്തേക്ക് ഇവർ കുടുംബമായി ചേക്കേറി. സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരവേ 2 കുഞ്ഞുങ്ങൾക്ക് കൂടെ ആ അമ്മ ജന്മം കൊടുത്തു. അങ്ങനെ ഇരിക്കെ അവിടെയുള്ള വനത്തിൽ വെടിമരുന്ന് ഉപയോഗിച്ച് വെടിവെച്ച് വേട്ടയ്ക്ക് പോകുന്ന പതിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നൊരിക്കൽ വെടിമരുന്നിൽ തയ്യാറാക്കാൻ വേണ്ടി കല്ലുരളിൽ ഉപ്പും ഗന്ധകവും ചേർത്ത് ഇടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ കല്ലുരളിന്റെ ഭാഗത്ത് പകുതി എഴുന്നേറ്റ് നിന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ രംഗം നോക്കി നിൽക്കേ, കല്ലുരളിൽ ഉറച്ചുപോയ ഉപ്പും വെടിമരുന്നും ഗന്ധകവും കമ്പി കൊണ്ട് കുത്തി വിദഗ്ധമായിട്ടിളക്കുമ്പോൾ സ്പാർക്ക് ചെയ്ത തീ കത്തി 2 പിഞ്ചു കുഞ്ഞുങ്ങളും താനും അവിടെ കത്തി വീണു. കാഴ്ചക്കാർ എന്നോട് പറഞ്ഞ കാര്യം, പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വന്ന് ബോഡി കൊണ്ടുപോകാൻ തുടങ്ങുന്ന സമയം ഓലമടൽ വെട്ടി വിരിച്ചിട്ട് വാഴയില വിരിച്ചിട്ടതിന് ശേഷം മൺവെട്ടി കൊണ്ട് കത്തിക്കരിഞ്ഞ ബോഡി ഈ വാഴ ഓലയിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. അത്തരം കത്തി ഉരുകിപ്പോയി. പതിറ്റാണ്ടുകൾക്ക് പുറകിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഒരു പള്ളിയുടെ സെമിട്രിയിൽ നിന്നും ഒരു ബോഡി എടുത്ത് കത്തിച്ചപ്പോൾ അനന്തര ഫലം ഈ കുടുംബം കൊയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചിരുന്നില്ല. എന്താ ഇന്ന് രാത്രി ഞാൻ ഈ സംസാരിച്ചു വരുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ മണ്ഡലം ഇതിന്റെ പുറകിൽ നിന്ന് വ്യാപരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, എത്ര കൊടിയ ബന്ധനങ്ങൾ നിന്റെ ഭവനത്തിന്മേൽ ആധിപത്യം പുലർത്തിയാലും അതിനെ തകർക്കാൻ കഴിവുള്ള ശക്തിയാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. എത്ര ദൈവജനം ഇന്ന് രാത്രി ആത്മാവിൽ കാണും. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തോട് പോരാടി നിൽക്കുകയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവദാസ, കൃപ ലഭിച്ച ദൈവപൈതലേ, നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്. നീ കളിക്കളത്തിലല്ല, നീ കുലക്കളത്തിലാണ്. നിന്റെ പ്രതിയോഗി നിന്നേക്കാൾ പ്രബലനാണ്. എന്നാൽ അവനെ ജയിക്കാനുള്ള അധികാരം ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ആത്മാവിൽ സജ്ജരാകാൻ ചിലരെ ദൈവാത്മാവ് വിളിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മല്ലയുദ്ധം പോലെ, നിന്റെ ദൈവകൃപയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ ശുശ്രൂഷയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ താലന്തുകളെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ അഭിഷേകത്തെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ ആരാധനയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ വാഗ്ദത്തത്തെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയെ തറപറ്റിക്കുന്നത് വരെ നിനക്കെതിരെ പടപൊരുതുന്ന ഒരു അദൃശ്യ മണ്ഡലം ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അതിന് ജയമെടുക്കാൻ നിന്റെ വീടിന്റെ അതിർത്തി ഇന്ന് രാത്രി സൂക്ഷിക്കണം. ഒരു തിരികല്ലിനകത്ത് ഗോതമ്പ് മണി അരയുമ്പോൾ 2 കല്ലുകളും ചേർന്നുരസുന്ന സമയം ഒരു ഗോതമ്പ് മണി അരഞ്ഞു മാറുന്നത് പോലെ
നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ ആത്മീയ അനുഭവങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ആത്മീയ സന്ദേശം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കടുങ്കെട്ടു വീണ നിന്റെ കുടുംബത്തിന്റെ പുറകിൽ ഭക്തി വിരിച്ചു നിൽക്കുന്ന ചിലതിനെ കാണാൻ ആത്മക്കണ്ണുകൾ സഹോദരങ്ങളെ തുറക്കണം. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ പുറകിൽ ഒരു നിഴൽ പോരാട്ടം നടത്തുന്ന കാഴ്ച നീ ആത്മാവിൽ കാണണം. അവൻ അവകാശപ്പെടുവാൻ കഴിവുള്ള ഒന്നും നിന്റെ ഭവനത്തിൽ ഇല്ലാതിരിക്കത്തക്ക വിധം എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഇതെനിക്ക് മൺപാത്രങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് പറയത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മർത്യകൂടാരത്തിൽ വ്യാപരിച്ചിട്ട് നിന്റെ ഭവനത്തിൽ വാഴുന്ന അധികാര നിഷേധത്തിന്മേൽ ഈ രാത്രി ജയമെടുക്കണം. എത്ര ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ ഏൽപ്പിക്കും? ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, കുടുംബജീവിതത്തിൽ ശിരസെന്ന നിലയിൽ ദൈവം വച്ചിരിക്കുന്ന സ്ഥാനത്തെ വിധേയപ്പെടുന്ന തലത്തിൽ ആത്മാർത്ഥമായി എന്റെ ഭവനം എത്തി നിൽക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾക്ക് അവകാശപ്പെടുവാൻ കഴിവുള്ള ഒന്നും എന്റെ ഭവനത്തിലെ അധികാര നിഷേധത്തിന്റെ ഭാഗമായി എന്റെ വീട്ടിലില്ലെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഭവനത്തിൽ വെച്ചിരിക്കുന്ന ശിരസ്ഥാനത്തോട് ഞാൻ വിധേയത്വം പുലർത്തുന്നു എന്ന് പറയാൻ കഴിവുള്ള എത്ര പേര് ഇവിടെയുണ്ട്? അതൊക്കെ ആത്മീയ അന്തരീക്ഷത്തിൽ പറയുമെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? ഒരു കൊച്ചു കാര്യം ആലോചിക്കാൻ തുടങ്ങിയാൽ പോരെ ഈ ശിരസൊക്കെ അങ്ങ് മാറിയിരിക്കല്ലേ? ഒരു കൊച്ചു വിഷയം ആലോചിക്കാൻ. ഞങ്ങളുടെ ഭാഗത്ത് ഒരു മനുഷ്യൻ വീടിന്റെ പിൻഭാഗത്തൂടെ പശുവിനെ തീറ്റി നടക്കുമ്പോ പാത്രവും പിഞ്ഞാണും ഒക്കെ ജനലിൽ കൂടെ പറക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി വീട്ടിനകത്തോട്ട് കയറി ചെല്ലുമ്പോ അമ്മച്ചി ഒരു ചൂലും കൊണ്ട് നിൽക്കുക, അച്ചായൻ ഒരു കാശാവ് മുട്ടവും കൊണ്ട് നിൽക്കുക. രണ്ടുപേരും അന്യോന്യം ചെറഞ്ഞടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് വന്ന പുള്ളി പറഞ്ഞു, കാര്യം പറ, പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പൊ അമ്മച്ചി പറയുക, പശുവിനെ കറന്നു കിട്ടുന്ന പാല് മുഴുവൻ കടയിൽ കൊണ്ട് കൊടുക്കണം, അല്ലാതെ പിള്ളേർക്ക് കൊടുക്കാൻ തരികയല്ലെന്നാ പറയുന്നേ. പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് കടയിൽ കൊടുത്താൽ മതി എന്നാ എന്റെ അഭിപ്രായം. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, അച്ചായൻ പറഞ്ഞു, അല്ല പശുവിനെ കറന്നു കിട്ടുന്ന പാല് കടയിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പുളിമ്പൊടിയും പിണ്ണാക്കും എങ്ങനെ വാങ്ങിക്കും? അത് പറ. ആ സമയത്ത് ഈ തർക്കത്തിനിടയിൽ വന്ന ആഗതം പറഞ്ഞു, ആട്ടെ എത്ര ലിറ്റർ പാൽ ഇപ്പൊ പശുവിന് കിട്ടും? എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പൊ രണ്ടും കൂടെ കണ്ണി നോക്കിച്ച് പറയുക, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, വാങ്ങിക്കാൻ പോകുന്ന പശുവിന്റെ കറക്കാൻ പോകുന്ന പാലിന്റെ പേരിൽ ഇവിടെ തുടങ്ങി ഗംഭീരം പരിപാടി. ആലോചന തുടങ്ങിയപ്പോഴേ സഹോദരി ഓട്ടം തുള്ളൽ ആരംഭിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ എന്റെ കുടുംബജീവിതത്തിൽ ദൈവം വെച്ച അധികാര സ്ഥാനത്തോടുള്ള വിധേയത്വം വിശുദ്ധമല്ലാത്ത നിലകളിൽ കോപം കൊണ്ട് വിളിച്ചു പറയേണ്ട ഒരു ശാപവാക്കും ഉയർന്നിട്ടില്ലെന്ന് പറയത്തക്ക വിധം പ്രാഗൽഭ്യമുള്ള എത്ര സഹോദരി സഹോദരന്മാരുണ്ട്? ഇന്ന് കരം ഉയർത്തി സ്തോത്രം പറയാം എന്ന് പറയിപ്പിച്ചൊന്നും കള്ള ഞാൻ പറയിപ്പിക്കുന്നില്ല. സ്തോത്രം. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, അധികാര നിഷേധത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ ഉയർന്നിട്ടുള്ള വാക്കുകൾ മാത്രം പരിശുദ്ധാത്മാവിന്റെ ഡയറിയിൽ നേറ്റെടുത്താൽ ഇന്ന് രാത്രി ആ ബന്ധനത്തിന്റെ പുറകിൽ മറ്റൊരാളല്ല കാരണക്കാരൻ, ഞാൻ തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എന്നെ കഴുകണമേ, ഇന്ന് രാത്രി അതിന്മേലൊരു വിടുതൽ എനിക്ക് വേണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? എന്തിനീ ക്ലാസ് ഇവിടെ നടക്കുന്നെന്ന് ചോദിച്ചാൽ ഇതിന്റെ പുറകിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ഭവനത്തെ ബന്ധിച്ചുകൊണ്ട് നാളുകൾ ഭരിക്കുന്ന ബന്ധനങ്ങളുടെ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, വാച്ച് വാങ്ങിച്ചിട്ടില്ലേ? വാച്ച് അല്ല, വീട്ടിൽ കാറ് വാങ്ങിച്ചിട്ടില്ലേ? ഫ്രിഡ്ജില്ലേ? 365 ദിവസത്തിൽ 200 ദിവസം ഫ്രിഡ്ജ് വർക്ക് ചെയ്താൽ മതിയോ? 365 ദിവസത്തിൽ 300 ദിവസം കാർ ഓടിയാൽ മതിയോ? കാറും ഫ്രിഡ്ജും വാച്ചും ഒക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കിയിട്ട് വേണ്ടി വന്നാൽ റിപ്പയർ ചെയ്യുകയോ മാറ്റുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ കാര്യമില്ല. നീ പണം കൊടുത്ത് വാങ്ങിച്ച സാധനം നന്നായി പ്രവർത്തിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇടയ്ക്ക് കേടുപോക്കുകയും ശ്രദ്ധിച്ച് ആ വിഷയത്തിന് ക്രമമാക്കുകയും ചെയ്യുന്നത്? കുടുംബജീവിതം ആരംഭിച്ചത് എത്ര നാളായി? 10, 15, 20, 25 വർഷമായില്ലേ?
ഇന്ന് വരെ രണ്ടുപേരും കൂടെ പ്രാർത്ഥനയിൽ ദൈവസ്ഥയിൽ ഇരുന്നിട്ട് ഈ കുടുംബജീവിതം എന്ന വണ്ടിയുടെ കേടുപോക്കാൻ 1/2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, കടുങ്കെട്ടു വീണതുപോലെ ഭവനത്തിൽ നിൽക്കുന്ന പല ബന്ധനങ്ങളുടെയും പുറകിൽ, പൊട്ടിത്തറയിൽ ഉയരുന്ന ശാപവാക്കുകളുടെ പുറകിൽ, നിന്റെ ഭവനത്തിൽ വസിക്കാൻ ദുരാത്മാക്കളെ വിളിച്ചു വരുത്തുന്ന രംഗമുണ്ടായിരിക്കെ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന കാരണം കണ്ടെത്താൻ 1/2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട രാത്രിയാണിത്. പണിയാൻ കഴിവുള്ള തേജസ്സിന്റെ കരം ഈ യോഗത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മീറ്റിംഗ് ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ കുടുംബജീവിതത്തെ പണിതെടുക്കാൻ കഴിവുള്ള നാഥന്റെ കരം ഇവിടെ ഉയരുകയാണ്. യേശുവിൻ നാമത്തിൽ അഭിഷിക്തരായ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. അവന്റെ കരം ഈ രാത്രി ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവന്റെ വചനത്തിന്റെ അധികാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ആത്മാവിൽ നമുക്ക് ചിലതിന് ജയമെടുക്കണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലിലേക്ക് ദൈവാത്മാവിനെ നടത്താൻ ആഗ്രഹിക്കുന്നു. സഹോദരിമാരെ, ഞാനൊരു വസ്തുത പറയാം. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഒരു സത്യം യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഭർത്താവ് SSLCക്ക് 10 വട്ടം തോറ്റവനും നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സകല അക്ഷരങ്ങളും ചേർത്ത ഡിഗ്രി ഉള്ളവളുമാണെങ്കിലും ഇത് ശിരസ്ഥാനമായിരിക്കുന്നിടത്തോളം കാലം അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഓരോ ചുവടുവയ്പ്പുകളും ആത്മഹത്യാപരമായിരിക്കും. 13ഉം 14 നിലയുള്ള ഒരു വീടിന്റെ 14ാമത്തെ നിലയിൽ നിന്ന് താഴേക്കിറങ്ങാൻ കോണിപ്പടി ഉണ്ടാകും. എന്നാൽ 14ാമത്തെ നിലയിൽ നിന്ന് ജനലിലൂടെ പുറത്തേക്ക് ചാടിയാൽ എനിക്കൊരു കുഴപ്പവും വരത്തില്ല. എത്ര ദുരന്തം വിളിച്ചു വരുത്തുന്നതായിരിക്കും ഈ നിഷേധാത്മകത. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഇവിടെ നിലനിൽക്കുന്ന നിയമമാണ് ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വാകർഷണ നിയമം ഉള്ളിടത്തോളം കാലം ജനലിൽ കൂടെ പുറത്തു ചാടിയാൽ വീണൊടിഞ്ഞു മരിക്കുമെങ്കിൽ എന്ന് നിന്റെ ശിരസ്ഥാനത്തെ നീ നിഷേധിക്കുമോ, അന്ന് ദൈവം വെച്ച അധികാര സ്ഥാനത്തോടുള്ള നിഷേധമായതുകൊണ്ട് അതിന്റെ പരിണിത ഫലവും തുടർന്നു വരുന്ന ശാപത്തിന്റെ വാക്കുകളും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ബന്ധനങ്ങൾ നിന്റെ വീട്ടിൽ വരുത്തും. ഈ രാത്രി ആത്മപ്രേരണയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ക്രമീകരിക്കപ്പെടാൻ ദൈവസ്ഥൽ ഇരിക്കുന്നുവെങ്കിൽ ആത്മമണ്ഡലത്തിൽ നിന്റെ വാക്കുകൾ സൂക്ഷിക്കുക. ഭർത്താക്കന്മാരെ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ശാപപൂർണമാണോ? എന്താ കുടുംബജീവിതം? എന്താ കുടുംബജീവിതം? കുടുംബജീവിതം എന്താ? ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മറ്റൊത്തിരി കാര്യങ്ങൾ കിടക്കുന്നു. എന്താ കുടുംബജീവിതം? കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയാം. എന്താ കുടുംബജീവിതം എന്ന്? സ്വന്തം ജീവിതത്തിൽ പിതാവ് ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പങ്കാളിയുടെ ജീവിതത്തിൽ കർത്താവിനെ, യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമർപ്പണത്തിന്റെ കൂദാശയാണ് കുടുംബജീവിതം. മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഒന്നുകൂടെ പറയാം. സ്വന്തം ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് എന്റെ പങ്കാളിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിപ്പാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു കൂദാശ. ആരുടെ കുടുംബജീവിതമാണ് ജയിക്കുന്നത് ഞാൻ പറയാം. ആരുടെ കുടുംബജീവിതമാണെന്ന് പറയാം. കല്യാണം കഴിച്ച് 10-15 വർഷമായില്ലേ? ആത്മാർത്ഥമായി ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യയെ കൈ കിട്ടതിന് ശേഷമാ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതെന്ന് പറയാൻ ഒരു പങ്കാളിക്ക് കഴിയുന്നെങ്കിൽ ആ കുടുംബജീവിതമാണ് ജയിക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഓർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഭാര്യമാരെ ഓർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാ, എന്റെ ഭാര്യയെ എന്റെ കൂടെ കിട്ടിയതിന് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞത് എന്ന് പറയത്തക്ക വിധത്തിൽ. എന്താ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നിന്നെ എന്റെ കൂടെ കിട്ടിയതിന് ശേഷമാണ് ഈ ഭദ്രകാളിയെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതെന്നാണോ? ദൈവത്തിന് സ്തോത്രം. രാത്രി ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിമേ, നിങ്ങൾ അധികാര നിഷേധത്തോട് ബന്ധപ്പെട്ട് ചുവടുവെച്ചാൽ അതിന്റെ പരിണിത ഫലം പ്രത്യാഘാതം ഉളവാക്കും. ശ്രദ്ധിച്ചേ, നിങ്ങൾക്കറിയാമോ കുടുംബജീവിതത്തിൽ സ്വാഭാവികമാണ്. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുടെ പുറകിൽ അധികാര നിഷേധം ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കുക. ലാബാന്റെ വീട്ടിൽ ദീർഘനാളുകളായി യാക്കോബ് 2 ഭാര്യമാർക്ക് വേണ്ടി സേവനം ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ തന്റെ സമ്പത്തുമായി ഈ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഗിലെയാദ് മലയുടെ അടിവാരത്തിൽ വെച്ച് പിൻഗമിച്ച ലാബാൻ തന്നെ പിടിച്ചു നിർത്തി തന്റെ ലക്ഷണം നോക്കുന്ന സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയതിന്റെ പേരിൽ വീട്ടിൽ അന്വേഷണം നടത്തുന്ന രംഗം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്.
പക്ഷേ അന്വേഷണത്തിന് തൊട്ടു മുൻപ് ഈ പുറകിൽ വിരളി പൂണ്ട് അടുത്തു വരുന്ന ലാബാനോട് യാക്കോബ് പറയുന്ന വാക്കുകൾ അറിയാമോ? നീ എന്തിനെന്റെ പിന്നാലെ വരുന്നു? ഗ്രഹബിംബത്തിന്റെ പേരിൽ സംസാരിക്കുമ്പോൾ യാക്കോബ് ഒരു വാക്ക് അധികാര സ്ഥാനത്ത് പറയുന്നുണ്ട്. അതിങ്ങനെയാ: എന്റെ ഭാര്യമാരുടെ അടുക്കലോ എന്റെ കൂടാരങ്ങളിലോ നിന്റെ ഈ പറഞ്ഞ സാധനമുണ്ടെങ്കിൽ അതാരുടെ കൈവശമുണ്ടെങ്കിലും അവർ മരിക്കണം. ഒരു കാര്യം ഓർക്ക്, ചില വാക്കുകൾ ഭർത്താക്കന്മാരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിത്തെറിയുടെ ഭാഗവും കോപത്തിന്റെ ഭാഗവുമാണെങ്കിലും അതിന്റെ പരിണിത ഫലം നീ അറിയാത്തൊരു ബൈൻഡിങ് വീട്ടിൽ വരുത്തും. സ്തോത്രം. നിങ്ങൾക്കറിയാം, കൂടാരത്തിനകത്തെല്ലാം കയറി മക്കളെയും കൊച്ചുമക്കളെയും നിരീക്ഷിച്ച ലാബാൻ കാര്യം കാണാതെ തിരിച്ചു പോകുന്ന സമയം ലാബാന്റെ മകൾ റാഹേൽ, യാക്കോബിന്റെ പ്രിയ പത്നി, അതെടുത്തിട്ട് കയറിയിരുന്ന രംഗവും ഗൂഢമായി ആ വിഷയം മറച്ച രംഗവും നിങ്ങൾക്കറിയാം. പക്ഷേ വിഗ്രഹത്തെ രഹസ്യമായി സ്വന്തമാക്കിയതോടുകൂടെ അവൾ ദൈവവ്യവസ്ഥയുടെ അതിർത്തി കടക്കുകയും ഭർത്താവ് പറഞ്ഞ വാക്കുകളോടുകൂടെ അധികാരസ്ഥാനത്തിന് മരണം വിധിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു കേൾക്കുക. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിമിത്തം പ്രതീക്ഷിക്കാത്ത ശാപവാക്കുകൾ പറയുകയില്ലേ? ആ ശാപവാക്കുകൾ ചെറുതല്ല, ബന്ധനമാണ്. അടുത്ത അധ്യായം ഉൽപ്പത്തി പറയുന്നു, അവിടെ വെച്ച് അവൾക്ക് പ്രസവവേദന ആരംഭിച്ചു. ജന്മം കൊണ്ട കുഞ്ഞിന് ബെനോനി എന്ന് പേർ കൊടുത്തതിന് ശേഷം അവൾ മരിച്ചുപോയി. ശവസംസ്കാരം യാക്കോബിന്റെ വീട്ടിൽ നടക്കുമ്പോൾ തൊട്ടു പുറകിലെത്തിയ അധ്യായങ്ങളിൽ ഒരുവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട അധികാര പ്രയോഗം ശ്രദ്ധിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കൊച്ചു കാര്യമായിരിക്കാം നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ പറഞ്ഞുവിടുന്ന വാക്കുകളുടെ പുറകിൽ അറിയാത്തൊരു ബൈൻഡിങ് വ്യാപരിക്കുന്നു. അത് ഇന്ന് പ്രതികരിച്ചില്ലെങ്കിലും നാളെ നിന്റെ വീട്ടിൽ പ്രതികരിക്കും. ഈ രാത്രി ഈ ദൂതിന് മുൻപിൽ ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് ഒരു നിഷേധവും ഇല്ലാത്ത നിലയിൽ ചിട്ടയുള്ള ധന്യമായ സ്നേഹം കത്തുന്ന ഒരു കുടുംബജീവിതം നയിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എത്ര സഹോദരങ്ങളുണ്ട്? എല്ലാ വായിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അല്പ മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മളപ്പോ വളരെ ഗൗരവമായി പഠിക്കേണ്ട 4 കൂട്ടം കാര്യമാണ് ദൈവം വെച്ച അധികാര സ്ഥാനം സംബന്ധിച്ച്, വിഗ്രഹത്തോടും വിഗ്രഹാരാധനയോട് സംബന്ധിച്ച്, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ സംബന്ധിച്ച്, വായിൽ നിന്ന് പുറപ്പെടുന്ന ശാപവാക്കൾ സംബന്ധിച്ച് ഒക്കെ ഞാൻ തൊട്ട് പുറകിൽ വരാം. എന്നാൽ ഇന്ന് രാത്രി ഈ ക്ലാസിന്റെ അവസാന മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ കാണുന്ന സ്വർഗം ഈ ക്ലാസിന് മുകളിൽ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാ. യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയരുകയാ. കർത്താവ് ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാ. കർത്താവിന്റെ കരം ചില കുടുംബങ്ങളെ വിടുവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാ. ഇനിയുമുള്ള ചില മിനിറ്റുകൾ കേവലം പ്രാർത്ഥനയുടെ ക്ലാസിന്റെ ഒടുവിലത്തെ മിനിറ്റുകളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്രമീകരണങ്ങളുടെ രാത്രിയാണ്. അതുകൊണ്ട് ഇരിക്കുന്ന സകല ദൈവമക്കളും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം. നിങ്ങൾ ഈ പ്രാർത്ഥനാ സമയത്ത് അന്യ ശ്രദ്ധയോടുകൂടെ ഇരിക്കരുത്. കർത്താവിന്റെ കരം ചില വിഷയങ്ങളുടെ മേൽ വിടുതലിനായിട്ട് പകരണം. ചില പ്രതിഷ്ഠകളിലേക്ക് ചില കുടുംബങ്ങളെ കർത്താവ് ഇന്ന് രാത്രി നയിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഉള്ള അധികാരം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. അധികാരത്തോട് മറുക്കുന്നവൾ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഉയരട്ടെ. കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന ശിരസ്ഥാനത്ത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രയത്നങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കത്തക്ക വിധം ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുകയാ. ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ആത്മാവിൽ കാണുന്ന രംഗം പറയട്ടെ. ചില ഭവനങ്ങളിന്മേൽ ആധിപത്യം ചെയ്തു നിൽക്കുന്ന ദൈവത്തിന്റെ കരത്തിന് പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അടഞ്ഞു നിൽക്കുന്ന മണ്ഡലങ്ങൾ ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവ് കാണുന്നു. അതിനെ അഴിക്കാൻ എനിക്ക് ശക്തിയില്ല. അതിനെ അഴിക്കാൻ ഇവിടെയുള്ള ഒരു ദൈവദാസനും ശക്തിയില്ല.
എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ നിങ്ങൾ അതിന്മേൽ ജയമെടുക്കണം. നാളെ ഒരു നേരം എന്റെ കുടുംബത്തിന്മേൽ ഈ അവസ്ഥയിൽ ഇരുട്ടിന്റെ കരം പ്രബലമാകാതിരിക്കത്തക്ക വിധം ഇന്ന് രാത്രി ഞാൻ അതിന്മേൽ ജയമെടുക്കും എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വിധത്തിലും നിങ്ങൾ ഈ വിഷയം ഏറ്റവുമില്ലാതെ കളയരുത്. ഒരു കർത്തൃദാസന് നിങ്ങൾക്ക് വിഷയം കണ്ടെത്തി പരിഹാരം നടത്താൻ കഴിയുന്നതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന പല മേഖലകളും. ഒരു അഭിഷിക്തന്റെ പുറത്തെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ജയമെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് രാത്രി ക്രമീകരിക്കപ്പെടുന്ന രാത്രിയാകണം. സഹോദരന്മാരിൽ ഒരാളുടെ വാക്യം വായിച്ചാട്ടെ. മലാഖി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. മലാഖി പ്രവചനം 2-ന്റെ 13-14 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. മലാഖി പ്രവചനം 2-ന്റെ 13-14 വാക്യം. വേഗം. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. കുടുംബജീവിതത്തിൽ എത്തിയ പല പ്രിയപ്പെട്ടവരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വാക്യം. യഹോവ ഇനിയും വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ദൈവസന്നിധിയിൽ സർവശക്തന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന യാഗപീഠത്തിൽ കണ്ണുനീർ കിടക്കുന്നു. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. കണ്ണുനീർ യാഗപീഠത്തിൽ കിടക്കുന്നു. അവർ ചോദിക്കുന്നു എന്തിൽ? വായിച്ചാട്ടെ. എന്നാൽ നിങ്ങളത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നുകൊണ്ട്. വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. സ്വന്തം ഭാര്യയുടെ കണ്ണുനീർത്തുള്ളികൾ, അതും കുടുംബജീവിതത്തിലെ അവിശ്വസ്തത നിമിത്തം ഉയരുന്ന കണ്ണുനീർത്തുള്ളികൾ. ഒരു ദുഷ്ടശക്തിക്കും ഒഴിവാകാതിരിക്കത്തക്ക വിധം ദുഷ്ടശക്തികൾ പ്രവേശിക്കത്തക്ക വിധമുള്ള കവാടമാക്കി, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥന എത്താതിരിക്കത്തക്ക ശക്തിയാക്കി ഈ രംഗത്തെ മാറ്റും. നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയുടെ കണ്ണുനീർത്തുള്ളികൾ വീട്ടിൽ ഉയരത്തക്ക സാഹചര്യം നിന്റെ കുടുംബജീവിതത്തിൽ നീ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് അനുഗ്രഹം വരികയില്ലെന്ന് മാത്രമല്ല, നിന്റെ ഭവനത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവിമൊത്തിക്കളയും. അങ്ങനെയാണെങ്കിൽ പണി തുടങ്ങേണ്ടത് സഭാഹോളിലല്ല, പണി തുടങ്ങേണ്ടത് കൺവെൻഷൻ പീരീഡിലല്ല, പണി തുടങ്ങേണ്ടത് വീട്ടിലാണ്. ദൈവം വെച്ച അധികാര മേഖലയിൽ തകർന്നു കഴിഞ്ഞ ഒരു കുടുംബം സഭായോഗത്തിൽ ഉയരുന്ന ഉച്ചസ്ഥായിയായ ശബ്ദവിന്യാസങ്ങളുടെ തലക്രമത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ ഒരു പ്രാപ്തിയുമില്ല. ഇന്ന് രാത്രി അഴിയേണ്ട മേഖല കുടുംബത്തിന്റെ വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുത്തുകൊണ്ട് ഭവനത്തിൽ വിടുതൽ സംഭവിക്കണം. എത്ര ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങും, എത്ര ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭാഗം കേൾക്കുമ്പോ ഈ അധികാരസ്ഥാനം ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, ഈ അധികാരസ്ഥാനം എവിടുന്ന് വന്നതാ? നാം വായിച്ചു, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം, ജലവൈദ്യുത പദ്ധതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ലൈറ്റ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം അടുത്ത ട്രാൻസ്ഫോർമറിൽ നിന്ന് വന്നെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചാൽ ഉത്തരം ഈ ലൈറ്റിലെ ഇലക്ട്രിസിറ്റി തൊട്ടടുത്ത സ്വിച്ച് ബോർഡിൽ നിന്നെത്തിയതാണ്. സ്വിച്ച് ബോർഡിലെത്തിയത് തൊട്ടടുത്ത ദൈവത്തിന് സ്തോത്രം പവർ ജനറേറ്റർ ട്രാൻസ്ഫോർമറിൽ നിന്നെത്തിയതാണ്. ട്രാൻസ്ഫോർമറിലെത്തിയത് അടുത്ത പവർ സ്റ്റേഷനിലെത്തിയതാണ്. പവർ സ്റ്റേഷനിലെത്തിയത് അടുത്ത സബ്സ്റ്റേഷനിൽ എത്തിയതാണ്. അവിടെ എത്തിയത് അടുത്ത ജനറേറ്ററിൽ എത്തിയതാണ്. അവിടെ എത്തിയത് ഇലച്ചക്രങ്ങളിൽ വന്നതാണ്. ഇലച്ചക്രങ്ങളിൽ വന്നത് 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യതാപത്താൽ ഉയർന്ന നീരാവിയിൽ തപിച്ച് തണുത്തയായി മാറിയ ആ ജലാശയത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ പുറകിൽ നിൽക്കുന്ന മൂലഘടകം സൂര്യൻ എന്ന് പറയാൻ കഴിയും. ഞാൻ എന്താ പറഞ്ഞു എന്നറിയാമോ? വീട്ടിൽ കത്തുന്ന ലൈറ്റിന്റെ പുറകിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷെ വിവേചിച്ച് മനസ്സിലാക്കുമ്പോഴറിയാം ഇതിന്റെ പുറകിലെ ഊർജ്ജ സ്രോതസ് സൂര്യനാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയുടെ മേൽ സ്ഥാപിച്ചിരിക്കുന്ന അധികാരം വിവാഹത്താൽ മാത്രം സ്ഥാപിക്കപ്പെട്ടതല്ല. ഇതിന്റെ പുറകിൽ ദൈവം വെച്ച പിതൃസ്ഥാനത്തിന്റെ അധികാരമാണ്.
എന്ന ക്രമം വീട്ടിൽ നിഷേധിക്കുമോ അതിന്റെ പരിണിത ഫലം വീട്ടിൽ സംഭവിക്കും. അതുകൊണ്ട് വിടുതൽ ഉണ്ടാകേണ്ടത് അധികാര നിഷേധം ഉയരുന്ന ഭവനത്തിന്റെ ക്രമം തെറ്റിയ കൊച്ചു വിഷയങ്ങളുടെ പേരും പോലും ഇന്ന് രാത്രി വിടുതലെടുക്കാൻ പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാകണം. കർത്താവ് ചില വ്യക്തികളെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകം അടയ്ക്കാം, നാളെ ബാക്കി സംസാരിക്കാം. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ വായിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഒരു പ്രത്യേക പ്രാർത്ഥനാ തലത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിനക്ക് കാണാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന യേശുവിൻ നാമത്തിൽ അതിരാത്രി ഇവിടെ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ അതിവിടെ സംഭവിക്കട്ടെ. പ്രാർത്ഥന തുടരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പടപൊരുതിക്കൊണ്ടിരുന്നാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് അതിനെ അഴിക്കുകയാണ്. കർത്താവിന്റെ കരം ഇന്ന് രാത്രി അതിന്മേൽ വിടുതലായി പരിണമിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ നിന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി യോഗത്തിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ ഭവനത്തെ നാളുകളായി ആധിപത്യം പുലർത്തി മുൻപോട്ട് പറന്ന് ഉയരുവാൻ അനുവദിക്കാതെ കൂട്ടിലടച്ച പക്ഷിയെ പോലെ ഭവനത്തെ ആധിപത്യം പുലർത്തി ഒതുക്കുന്ന ശക്തികളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിടുതലായി പരിണമിക്കട്ടെ. ആത്മാവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ഈ സന്ദേശം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ എനിക്കൊരു വിടുതൽ അനിവാര്യമാണ്. എന്റെ വീട്ടിൽ എനിക്കൊരു വിടുതൽ അനിവാര്യമാണ്. ഈ രാത്രി എനിക്കൊരു വിടുതൽ അനിവാര്യമാണ് എന്നാഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഞാൻ ഇന്ന് രാത്രി സംസാരിച്ച മേഖലകളിൽ അധികാര സ്ഥാനത്തോടുള്ള നിഷേധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില മണ്ഡലങ്ങൾ എന്റെ ഭവനത്തെ നാളുകളായി ഭരിക്കുന്നുണ്ട്. എനിക്കൊരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി അനിവാര്യമാണ്. കർത്താവിന്റെ കരം എന്റെ വിഷയത്തെ തൊട്ടേ മതിയാകെയുള്ളൂ. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ അനിവാര്യമാണ് എന്ന് കൊതിക്കുന്ന ദൈവത്തിന്റെ ജനം ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെയുള്ളവർ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നാളുകളായി എന്റെ ഭവനത്തെ ഭരിക്കുകയാണ്. പലപ്പോഴും മനസ്സുകൊണ്ട് സ്വസ്ഥതയുള്ള, സ്നേഹം കത്തുന്ന രണ്ട് മെഴുകുതിരികൾ ഒരു മൂശയിൽ ഉടച്ചൊഴിച്ചു വാർക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തിളയ്ക്കുന്ന ആത്മബന്ധത്തിൽ ഒന്നാകുന്ന ഒരാത്മീയ അനുഭവമുള്ള കുടുംബമായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും പലപ്പോഴും താളം തെറ്റുന്ന അവസ്ഥകളിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഛിദ്രശക്തികളുടെ മേൽ എനിക്ക് ജയമെടുക്കാൻ കഴിയാതെ പലപ്പോഴും എന്റെ ഭവനത്തെ അന്ധകാര ശക്തികൾ ആധിപത്യം പുലർത്തുന്നത് പോലെ ക്രമം തെറ്റുന്ന മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി അതിന്മേൽ എനിക്കൊരു ജയം വേണം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി എനിക്ക് അനിവാര്യമുണ്ട്. ഈ രാത്രി വരെ സംഭവിച്ചിട്ടുള്ളതിന്മേൽ എനിക്കൊരു ജയം അനിവാര്യമാണ്. കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ട അത്രയുണ്ട്. വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ, രക്തത്താൽ ജയം. ആ കരങ്ങൾ ഉയർത്തിയവർ അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. മടിക്കണ്ട. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കും. നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി കരം വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളുടെ ഭവനത്തെ പണിയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലതിന്മേലാണ് ഇന്ന് രാത്രി നിങ്ങൾ ജയമെടുക്കുന്നത്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിൽ പ്രസംഗിക്കുക. ക്രിസ്തീയ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ഒരാഴ്ച ദിവസങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു മേഖലയിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബം, അദ്ദേഹം യോഗാനന്തരം കയറി വന്ന് എന്റെ കൈക്ക് പിടിച്ചു. ഞാൻ സാമങ്ങളിനോട് ഈ വസ്തുത പറഞ്ഞിരുന്നു. കൈക്ക് പിടിച്ചിട്ട് ഇദ്ദേഹം എന്നോട് എന്റെ മുൻപിൽ കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് പറഞ്ഞത്: 25 വർഷമായി എന്റെ ഡൈവോഴ്സ് നടന്നിട്ട്. ഇത് പറയുന്നത് ഒരു ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ ഫാമിലിയിൽപ്പെട്ട ആളല്ല, ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽപ്പെട്ട സഹോദരനാണ്. ധനാഢ്യനായ ഒരു കുടുംബത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ, അതും 60 വയസ്സടുത്തൊരു മനുഷ്യൻ എന്നോട് പറയുന്നു 25 വർഷമായി ഡൈവോഴ്സ് നടന്നിട്ട്. ഞാൻ ചോദിച്ചാൽ 25 വർഷമായി ഡൈവോഴ്സോ? അടുത്ത വാചകം പറഞ്ഞത്, ഒരു കൂരയ്ക്ക് കീഴിൽ പാസ്റ്ററെ ഒരു ലോഡ്ജ് പോലെ, ഒരു ഹോസ്റ്റൽ പോലെ, ഒരു ഹോട്ടൽ പോലെ, ഒരു വഴിപോക്കന്റെ വെയിറ്റിംഗ് ഷെഡ് പോലെയായ എന്റെ ജീവിതം. നിങ്ങൾ കാണുമ്പോൾ കൈയടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഭാര്യ യോഗത്തിൽ വരുന്നുണ്ട്. പക്ഷെ സന്തോഷമായി ഒരു ഗ്ലാസ് ചായ എന്റെ കയ്യിൽ കിട്ടിയിട്ട് വർഷം 25ആയി. മനസ്സ് പുകയുകയാണ്.
അടുത്ത ചില വാചകങ്ങൾ എന്നെ ഞെട്ടിത്തരിപ്പിച്ചു. ഒരു കൂരയ്ക്ക് കീഴിൽ മനസ്സുകൊണ്ട് ഡൈവോഴ്സ് നടത്തിയവരെ പോലെ ഭവനം പുകയത്തക്ക വിധം ഇരുശക്തികൾക്ക് ഭരണം നടത്താൻ കഴിയും. അടുത്തിരിക്കുന്ന പാസ്റ്റർക്ക് പോലും അറിയില്ല.